വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14-15 വാക്യം. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പായി മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീട് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ പോലും ഉയർപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിക്ക് അവന്റെ ഒരു അധികാരം, അവന് പ്രകൃതിയുടെ ഒരു അധികാരമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കാറ്റിനെ കടലിനെ ഒക്കെ ശാസിച്ച് അടക്കിയിട്ടുണ്ട്. വെള്ളത്തിന്റെ മീതെ നടന്നിട്ടുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ വന്ന് തന്റെ ശുശ്രൂഷയിൽ അനേക കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പ്രയോജനമുള്ളവനായി ശുശ്രൂഷ ചെയ്ത്. ആ കൂട്ടത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. സ്തോത്രം. ഈ 2 വാക്യത്തില് 7 കൂട്ടം കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമുക്ക് ബുദ്ധിപദേശത്തിനായി നാം അറിയേണ്ടതിനായി എഴുതി തന്നിരിക്കുകയാണ്. ദൈവസ്തോത്രം. കർത്താവ് ഗിരിപ്രസംഗത്തിന്റെ അവസാനത്തിൽ 7-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു: ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ അടിസ്ഥാനം ഇട്ട് വീടുപെടുന്ന മനുഷ്യർക്ക് തുല്യനാകുന്നു. വീണ്ടും പറഞ്ഞു, ഈ വചനം കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യരോട് തുല്യനാകുന്നു. 2 വീട്ടിന്മേലും കാറ്റടിച്ചു, മഴ പെയ്തു, നദികൾ പൊങ്ങി വീട്ടിന്മേൽ അരച്ചു. പക്ഷെ ഒന്ന് വീണു, ഒന്ന് നിലനിന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് പണിയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ വീഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരും. നമ്മൾ പണിത നമ്മുടെ വീട് നമ്മുടെ കണ്ണിന് മുമ്പിൽ തകരുന്നത് നമുക്ക് കാണേണ്ടി വരും. ഈ വീടെന്ന് ഞാൻ പറയുമ്പോ അത് സിമെന്റും മരവും കമ്പിയും എല്ലാം വെച്ച് ഉണ്ടാക്കിയ ഒരു കെട്ടിടമല്ല. നമ്മുടെ കുടുംബം, ഫാമിലി, ദൈവത്തിന്റെ വചനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ, ഒരു മനുഷ്യൻ പുരുഷാരത്തിന്റെ അടുക്കൽ അവൻ വന്നപ്പോൾ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. നിങ്ങൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മറ്റുള്ളവരുടെ പ്രതി മുട്ടുകുത്തിക്കും. പുരുഷാരത്തിന് മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമില്ല. മുട്ടുകുത്തിച്ചു എന്ന മുട്ടുകുത്തി എന്നുള്ളതിന് പിപ്പറ്റോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹി ഫെയിൽഡ്. വീണു എന്നല്ല, തോറ്റു. പുരുഷാരത്തിന് മുമ്പിൽ വെച്ച് ഈ പിതാവ് തോറ്റുപോയി. നാട്ടുകാരുടെ മുമ്പിൽ പിതാവ് തോറ്റുപോയി. ഞാൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു വേദഭാഗം കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോവുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ കാറിന്റെ കയറി അതിനകത്ത് ടേപ്പ് കേട്ടപ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജ് അനുസരിച്ച് ടേപ്പാണ്. എന്താണെന്ന് പറയുന്നത്, ഞങ്ങൾ അനുസരണ പിള്ളേരായിട്ട് വളരണം, ഞങ്ങൾ അമ്മയ്ക്ക് പ്രയാസം ഉണ്ടാക്കരുത്, അപ്പന് പ്രയാസം ഉണ്ടാക്കരുത്, ദിവസം വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പിള്ളേരുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു കാസറ്റ് കേട്ടോടെ ഞാനിവിടെ പോകുന്നു. ഹല്ലേലൂയ. അത് ഞാൻ ഇവിടെ നിന്നപ്പോൾ കൗണ്ട് ചെയ്യായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ 1/3 പോപ്പുലേഷൻ ഇപ്പം ആരാണ്? പിള്ളേരാ. ഇതിങ്ങൾ ശരിയായില്ലെങ്കിൽ ആര് തകരുന്നു? എന്തോ നമ്മൾ തകരുന്നു. നമ്മുടെ നാട്ടുകാരുടെ മുമ്പില് ഒട്ടുകുത്തേണ്ടി വരും, ഫെയിൽ ചെയ്യും. അപ്പം
പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ പറയുന്നത് ബുദ്ധിയുള്ള മകൻ പിതാവിന് അഭിമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് അഭിമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് ബുദ്ധിയുള്ളവരായി, ദൈവഭയമുള്ളവരായി, കൃപയുള്ളവരായി, ശമൂവേൽ ബാലനെ കുറിച്ച് വായിക്കുന്ന പോലെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു വന്നു. അനേക ശമൂവേൽ ബാലന്മാര് വീടുകളിൽ വളരുന്നു. അപ്പനമ്മയ്ക്ക് പ്രീതിയുണ്ട്, ദൈവത്തിന് ഒരു പ്രീതിയില്ല. മനുഷ്യർക്കും ദൈവത്തിന് പ്രീതിയുള്ളവരാണ്. ഹല്ലേലൂയ. അവർ വളർന്നു വരുവാൻ ദൈവത്തിന് സ്തോത്രം. സാധിച്ചില്ലെങ്കിൽ പുരുഷാഹാരത്തിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുട്ടുകുത്തേണ്ടി വരും. ഇവിടെ ഈ പിതാവ് മുട്ടുകുത്തിയതിന്റെ കാരണം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നമ്മൾ 7 പോയിന്റ്. ഒന്ന് പുരുഷാരത്തിന് മുമ്പിൽ, 2 മുട്ടുകുത്തി, 3 മകന്റെ വിഷയത്തിൽ, തലമുറയുടെ വിഷയത്തിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി. 4ാമത്തെ വിഷയം എന്താണെന്നറിയാമോ? എന്താണ് വിഷയം? പ്രോബ്ലം എന്താണ്? ചന്ദ്രരോഗം. വായിച്ചിട്ടുള്ളത് ആ വാക്യം വായിച്ചു. എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീരും. അവൻ ചന്ദ്രരോഗം പിടിച്ച് ഈ ചന്ദ്രരോഗം എന്ന് പറയുമ്പോ നമ്മൾ അപ്പന്റെ അമ്മയുടെ കാലത്ത് വരും. ചന്ദ്രരോഗം. ഈ ചന്ദ്രരോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, it is not a terrestrial problem, it is a celestial problem. ഈ ഭൂമിയിലുള്ള വിഷയമല്ല ഇവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, പിന്നെയോ ചന്ദ്രനുള്ള കാര്യം. ഈ ഭൂമിയിൽ ഇല്ലാത്ത ഏതോ ഒരു കാര്യമാണ് ഇവനെ വന്ന് അലട്ടുന്നത്. രാത്രി ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാൻ പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോട്ടമിട്ടിരിക്കുന്നത് ഭൂമിയിലുള്ള വിഷയങ്ങളല്ല, അന്ധകാരത്തിന്റെ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, ആകാശത്തിലെ സൈന്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോട്ടമിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആരാധനയുടെ സമയത്ത്, പ്രാർത്ഥനയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് അവരുടെ കുഴപ്പമല്ല. ഇവരെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന ശക്തി. ഇതെനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്ത് ഞാൻ KSRTC കുറച്ച് നാൾ എഞ്ചിനീയറിംഗ് പാസ്സായി ജോലിയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് PMG ഗ്രൂപ്പില് ആരാധന നടക്കുമ്പോൾ ഒരു ദിവസം സ്തോത്രം ഹല്ലേലൂയ നല്ല ഒരു ശുശ്രൂഷ നടക്കുക. പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ഒരു കുടുംബത്തിലൊരു കൊച്ച് വിട്ട് നിലവിളി. ആദ്യം ഞാൻ ആഗ്രഹിച്ചു, എന്റെ ദൈവം ഈ തള്ളയെ കൊച്ചു ഞാൻ എടുത്തോണ്ടെന്ന് പുറത്തേക്ക് പോയിരുന്നെങ്കിൽ. പക്ഷെ തള്ള എന്ത് ചെയ്താൽ പോകുന്നില്ല. തള്ള കൊച്ചിനെ ഇങ്ങനെ തട്ടുന്നു, മുട്ടുന്നു, കുടയുന്നു, എന്തെല്ലാം പരിപാടി നോക്കിയിട്ടും കൊച്ചിനെ വെച്ചാൽ ഓടി കൂടി വരില്ലാതെ കുറയുന്നില്ല. എന്നിട്ട് തള്ള പോകുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കൊച്ചിനെ ആട്ടി ഇങ്ങനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് തള്ള ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് ശുശ്രൂഷിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യം. അപ്പൊ തള്ളയ്ക്ക് വലനീശുള്ള കേൾക്കുന്ന താല്പര്യമുണ്ട്, കൊച്ചിനോ ഒരു പ്രശ്നമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ സ്തോത്രം. ആ മാതാവ് ദൈവവചനം കേൾക്കുന്നതിന് തടസ്സമായിട്ട് വ്യാപരിക്കുന്ന ദുഷ്ടശക്തി കുഞ്ഞിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞ് ശാന്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചങ്ങോട്ട് ശാസിച്ചു. കാറ്റ് അടങ്ങുമെങ്കിൽ, കടൽ അടങ്ങുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ പിശാചിനെ പിടിച്ചു കെട്ടാൻ മതിയായതാണ്. സ്വിച്ചിട്ടതുപോലെ കൊച്ചിന്റെ കത്തിൽ രാത്രി ഞാൻ സത്യം എന്ന് പറയാം. ഒന്ന്, കുഞ്ഞുങ്ങളെ നമ്മൾ 3 വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കും. 1 ജഡം, 2 പിശാച്, 3 നേച്ചർ. നേച്ചർ മാറ്റിയെടുക്കാൻ ജഡത്തിനെ ഒതുക്കിയിരുത്താം, പിശാചിനെ ശാസ്ത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ചന്ദ്രലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ഇൻഫ്ലുവൻസ്. ഹല്ലേലൂയ. അപ്പൊ ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന ഇൻഫ്ലുവൻസിനെ കൈകാര്യം ചെയ്യാൻ ഭൂമിയിലുള്ളതുകൊണ്ട് പറ്റുന്നില്ല.
അതുകൊണ്ടാണ് സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ദൈവ സ്തോത്ര സാറന്മാർക്കോ ടീച്ചർമാർക്കോ പോലീസുകാർക്കോ ഇവൻ കോടതിക്ക് വരെ എത്തിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ഈ ഇങ്ങോട്ട് അയൽരാജ്യമായിരിക്കുന്ന ശത്രുരാജ്യമുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാം. ബോംബുണ്ട്, ഫൈറ്റർ പ്ലെയിൻ ഉണ്ട്, ആറ്റം ബോംബുണ്ട്, തീരും. ആറാമത്തെ വിഷയം പലപ്പോഴും വെള്ളത്തിലും. ഈ പോരാട്ടം മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് അതിനകത്ത് കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളുടെ അഹങ്കാരമാണോ കുഞ്ഞുങ്ങളെ പിശാച് ഇൻഫ്ലുവൻസ് ചെയ്യണം മനസ്സിലാക്കുന്ന ഒരു ടിപ്പ് അത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പിശാച് ആണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ, ഭൂതങ്ങളാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ പിള്ളേർ രണ്ട് എക്സ്ട്രീമിറ്റി കാണിക്കും. തീയുടെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? വെള്ളം. പലപ്പോഴും തീരും, പലപ്പോഴും വെള്ളത്തിനും. പ്രൈസ് ദി ലോർഡ്. രണ്ട് എക്സ്ട്രീമിറ്റി കാണിക്കും എന്ന് പറഞ്ഞാല് ചിലപ്പോ ഈ പിള്ളേരെ പോലെ നല്ല പിള്ളേർ ഈ ഇംഗ്ലണ്ടി കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്ര നല്ല പിള്ളേര് ഇംഗ്ലണ്ടിൽ കാണത്തില്ല, ഇത്ര നല്ല പിള്ളേര് ഈ ലോകത്ത് കാണത്തില്ല. പക്ഷെ അടുത്ത നിമിഷത്തിലോ ഇത്ര തല്ലിപ്പൊളി കാണുന്നില്ല. ഈ രണ്ട് എക്സ്ട്രീമിറ്റി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചന്ദ്രരോഗം പോലെയുള്ള ഭൂമിക്ക് പുറത്തുള്ള ചില ശക്തികളുണ്ട്. അതിനെ കൈകാര്യം ചെയ്യുവാൻ പ്രാർത്ഥന കൊണ്ട് അല്ലാതെ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഒരു സ്വതന്ത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവരുടെ പഠിത്തത്തെ ബാധിക്കും, അവരുടെ മാർക്കിനെ ബാധിക്കും, അവരുടെ ജോലിയെ ബാധിക്കും. പ്രൈസ് ദി ലോർഡ്. പഠിത്തത്തെ, മാർക്കിനെ, ജോലിയെ ബാധിച്ച പിന്നെ ഇതിനെ ബാധിക്കും? കല്യാണത്തെ ബാധിക്കും. കല്യാണത്തെ ബാധിച്ചതിനെ ബാധിക്കും, അവരുടെ മൊത്തം കുടുംബം ബാധിക്കും. എന്ന് പറഞ്ഞാൽ കണ്ണിന് മുമ്പിൽ പ്രൈസ് ദി ലോർഡ് ഇത് തകരുന്നത് കാണേണ്ടി വരും. വെരി സീരിയസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ പലപ്പോഴും തീരും, പലപ്പോഴും വെള്ളത്തിലും. ഇത് സ്തോത്രം. എന്നിട്ട് അടുത്ത താഴ്വ പലപ്പോഴും തീരും, വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. സാധാരണ കഷ്ടമല്ല, കഷ്ടം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വല്ലാത്ത കഷ്ടമാണെങ്കിൽ നല്ല ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇവനെന്തിന് പിതാവ് എന്ത് ചെയ്തു? കർത്താവിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിൽ 18-ാം വാക്യം വായിക്കുമ്പോഴാണ് ശരിക്കും കാര്യം മനസ്സിലാകുന്നത്. 12-ാം വാക്യം വായിച്ച് യേശു ഭൂതത്തെ ശാസിച്ചു. യേശു ഭൂതത്തെ ശാസിച്ചു. അപ്പൊ ഇവന് രോഗമായിരുന്നു, ഭൂതമായിരുന്നു, ഭൂതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവന് തീരെ വെള്ളത്തിൽ കിടന്ന് വല്ലാത്ത ഘട്ടത്തിലായാലും പോലെ ആരാ പ്രവർത്തിച്ചത്? ഭൂതമായിരുന്നു. പ്രൈസ് ഗോഡ്. യേശു ഭൂതത്തെ ശാസിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് പോകുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം. ഇതിന്മേൽ പ്രവർത്തിക്കുന്നത് സാധാരണ ശക്തികളല്ല, ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. വിശാലും അവന്റെ ദൂതന്മാരും കൂടെ നിന്റെ കുടുംബം തകർക്കുവാൻ, നിന്റെ ബിസിനസ് തകർക്കുവാൻ, നിന്റെ ജോലി തകർക്കുവാൻ, നിന്റെ ആരോഗ്യം തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ ജീവിതം തകർക്കുവാൻ അവന്റേതായ എല്ലാ ശക്തിയും ഉപയോഗിക്കുമ്പോൾ മസിൽ പവർ കൊണ്ട് പറ്റത്തില്ല, മണി പവർ കൊണ്ട് പറ്റത്തില്ല, മാൻ പവർ കൊണ്ട് പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നിന്റെ തലമുറയിൽ നിന്റെ കുടുംബം രക്ഷപ്പെടുത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പകൽ ചെയ്ത പരിപാടി എന്നറിയാമോ? കൊച്ചിനെ സന്തോഷിപ്പിക്കാൻ. ശരിയാണ്, കൊച്ചിന് പ്രശ്നമാണെങ്കിൽ, കൊച്ച് വഴക്കാളിയാണെങ്കിൽ കൊച്ചിനെ സന്തോഷിപ്പിക്കാൻ ഇന്ന് മാതാപിതാക്കൾ ചെയ്ത പരിപാടി എന്നറിയാമോ? കൊച്ചി ചോദിക്കുന്നത് അങ്ങോട്ട് പാവ ചോദിച്ച പാവ, കാറ് ചോദിച്ച കാറ്, ബൈക്ക് ചോദിച്ച ബൈക്ക്, എന്ത് ചോദിച്ചാലും പ്രായം അനുസരിച്ച് കൊടുത്ത്. മിഠായി മിഠായി, ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്. ഹല്ലേലൂയ. ഗ്ലാസ് തന്നെ കുടിക്കണമെങ്കിൽ അതിന് സമ്മതിക്കും. മൂക്കുകളായിട്ട് എടുത്ത് കുടിച്ചാൽ എങ്ങനെ സമ്മതിക്കും? പ്രൈസ് ദി ലോർഡ്. എന്ത് നശിപ്പിച്ചാലും സമ്മതിക്കുന്നത് കാര്യം നശിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് പോയാൽ വേറെ വേണ്ടിയിട്ട് കൊച്ചി തരാതിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. This is not the solution. Praise God. പിള്ളേരുടെ വാശി സാധിച്ചു കൊടുത്ത് പിള്ളേരെ
15-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു. മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര മക്കള്? 2 മക്കള്. ഇത് ഏത് കാലഘട്ടത്തേക്കുള്ള ദൂതാന്നറിയാമോ? നിങ്ങൾ ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം പുറകോട്ട് നോക്കിയേ. ഓരോ വീട്ടിൽ എത്ര മക്കളുണ്ടാവും? മിനിമം 5. പിന്നെ 15, 18, 21 കിടക്കുന്നു വേറെ. എന്റെ ഫാദർ 14-1, ഞാൻ 10-1. അപ്പൊ യാക്കോബിന് എത്ര ഉണ്ടായിരുന്നു? 12. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ യേശു പറയുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാർ. 21-ാം നൂറ്റാണ്ടിൽ എന്നെയും നിന്നെയും കണ്ടോണ്ട് എഴുതി കേട്ടോ. 10 എണ്ണം കഴിച്ചു പോയാൽ കുഴപ്പമില്ല. 2 എണ്ണത്തിൽ 1 പോയാൽ 50% പോക്കാം. 2 പോയാൽ 100% പോക്കാം. ഗൗരവമായിട്ട് എടുക്കണം. അപ്പോ ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ എന്തോ ചെയ്തു? അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. എന്തൊരു നല്ല അപ്പനല്ലേ. ചോദിക്കേണ്ട താമസം. ഏത് നൂറ്റാണ്ടിൽ അപ്പനാത്? നമ്മുടെ അപ്പന്മാരുടെ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ വല്ലതും? എടാ, ഒരു ചെരുപ്പി ചോദിച്ചിട്ട് കിട്ടിയത് 6 മാസം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഒരു ഉടുപ്പ് ചോദിച്ചാൽ കിട്ടുന്ന നിർമ്മാണം ഓണത്തിനാ. സെപ്റ്റംബർ മാസത്തിൽ ഓണം. ജനുവരി വേണ്ടി ചോദിച്ചാൽ 7 മാസം കഴിയുമ്പോൾ കിട്ടിയാൽ ചിലപ്പോൾ ഈ ഓണത്തിൽ കിടാ അടുത്ത ഓണത്തിനാവട്ടെ തോന്നും. ഇന്നാണെങ്കിലോ ഉടുപ്പിന് കൂന്ന് പറഞ്ഞാൽ മതി. കൊച്ചിനെ ഇടിച്ച് എല്ലാം ഇടിച്ച്. ഏത് കാലത്ത് അപ്പനായത്? ഈ കാലത്ത് ഞാനും നിങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് മുതല് പകുത്തു കൊടുത്തു. ഞാൻ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലെ പോലെ പിള്ളേരുടെ ഇഷ്ടം അവര് കരഞ്ഞോ, ബലം പിടിച്ചോ, വാശി പിടിച്ചോ അല്ലാതെയോ സാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഈ കാലഘട്ടത്തിലെ പോലെ ഇത് ഏതൊരു മാതാപിതാക്കളും നോക്കുന്നത് ആരുടെ കംഫർട്ട് ആദ്യം നോക്കുന്നത്? ആരുടെ കൺവീനിയൻസ് ആദ്യം നോക്കുന്നത്? ഒരു വീട് മേടിക്കുമ്പോൾ നോക്കുന്നത് അപ്പുറത്തെ നഴ്സറി ഉണ്ടോന്നാ. പിള്ളേരുടെ സൗകര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉള്ളൂ. ചോദിക്കുന്നതിനും എന്ത് ചെയ്തു? മുതല് പകുത്തു കൊടുത്തു. ഹല്ലേലൂയ. അടുത്ത വായിക്കുന്നത് വായിച്ചേ. ഇത് കൊടുത്ത് 7 നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഞാൻ ചോദിക്കട്ടെ, മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിന് വല്ല ഗുണമുണ്ടായോ? ഉണ്ടായോ? മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ ദുശാഠ്യങ്ങൾ സാധിച്ചു കൊടുത്താൽ ഗുണമല്ല വരാൻ പോകുന്നത്, കണ്ടകോടാലിയായിട്ട് മാറും. ഈ ലോകത്തില് 2000-ലധികം സ്പീഷീസ് ഉണ്ടെന്നാ പറയുന്നത്. ഹ്യൂമൻ ജീവികൾ 2000-ലധികം സ്പീഷീസ് ഉണ്ട്. അതില് ജനിച്ചു വീണാൽ ഇത്രയും നാള് ട്രെയിനിങ് കൊടുക്കൊണ്ടൊരു ജന്തു മനുഷ്യനെ പോലെ വേറെ ഉണ്ടോ? ഇല്ല. എടാ, കാട്ടിക്കിടക്കുന്ന 32 വയസ്സുള്ള ആനയെ കൊണ്ടത് 6 മാസം കൊണ്ട് ചട്ടം പഠിപ്പിച്ചെടുക്കാം. കാട്ടിക്കിടക്കുന്ന 32 വയസ്സുള്ള കൊമ്പനാനെ കൊണ്ടുവന്നാൽ ഒരു പാപ്പാന്റെ കൈ കിട്ടി എത്രാൻ മതി. 6 മാസം കൊണ്ട് ചട്ടം പഠിപ്പിക്കാം. ഇതിങ്ങളെ 6 വർഷം കൈ കിട്ടിയിട്ട് വല്ലതും പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോകും. ഇച്ചിരി ഗുണം പിടിച്ചാണെങ്കിൽ എന്തിനാണ് ജോലി? അവന് ഇഷ്ടമാണെങ്കിൽ വരും, ഇല്ലെങ്കിലോ പണിയാൻ മതി. അപ്പോ നമ്മൾ വിചാരിച്ച് സ്നേഹിച്ച് ഇവരെ നന്നാകുമെന്ന് വിചാരിച്ച്
ചെയ്യുമ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും? ദൂരദേശത്തേക്ക് യാത്രയായി. ഇവൻ ദൂരദേശത്തേക്ക് പോയത് മാത്രമല്ല, കപ്പന്റെ കണ്ണിന്റെ വെള്ളത്ത് പോയിട്ട് അടുത്ത വാക്യം വായിച്ച് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു എന്ന് വായിച്ചാൽ മനസ്സിലാകുന്നില്ല. പക്ഷെ അവന്റെ ചേട്ടൻ പറയുന്നുണ്ട്, ദൈവ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 30-ാം വാക്യം. വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ. വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ മകൻ. അപ്പൊ ഇവൻ എങ്ങനെയാ ജീവിച്ചതെന്നുള്ളത് ചേട്ടനോട് പറയുന്നുണ്ട്. ആരുടെ കാശ്? അപ്പൊ പയർത്ത് വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവമക്കളെ, ദൈവ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മകൻ നന്നാകുമെന്ന് വിചാരിച്ച് ചെയ്തത് അവന് ഗുണമായില്ല. ദൈവ സ്തോത്രം. ഇതാണ് വായിച്ചത് 15-ാം അധ്യായത്തിന്റെ സ്വരൂപിച്ച് 11-ാം വാക്യം. ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. വസ്തു ആരുടെ വസ്തു? അപ്പന്റെ വസ്തു. ദൈവമക്കളെ, ഞാനും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയവന്മാരെല്ലാം വെറുതെ മുടിപ്പിച്ച് കളയുന്നു. ആര് കാണേണ്ടി വരും? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണേണ്ടി വരും. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അടുത്തത്, അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് എന്നിട്ട് മര്യാദ പഠിച്ചില്ല. എവിടെ പോയി? അപ്പന്റെ അടുത്ത് മടങ്ങി വരുന്നതിന് പകരം ദേശത്തിലെ പൗരന്മാരുടെ അടുത്ത് പോയി. പ്രൈസ് ദി ലോർഡ്. അടുത്ത, അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കാൻ അയച്ചു. ഒരു യഹൂദൻ ഒരു കാലം ചെയ്യാൻ വയ്യാത്ത പണിക്ക് പോയി. അവിടെ കൊണ്ട് അടുത്ത വായിക്കും. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ. ഇപ്പൊ അവൻ ഏറ്റവും ആഗ്രഹമുള്ള തീറ്റ പന്നി തീറ്റ. പ്രൈസ് ഗോഡ്. നന്നാകാൻ വേണ്ടി ചെയ്തത് എവിടെ ചെന്ന് അവസാനിച്ചു? പന്നിക്കൂട്ടിൽ ചെന്ന് അവസാനിച്ചു. അടുത്ത വാക്യം 17-ാം വാക്യം വായിച്ചു. അപ്പോൾ സുബോധം വന്നിട്ട്, പ്രത്യേകം മനസ്സിലാക്കണം, അപ്പൊ ഇതുവരെ അവൻ ചെയ്തത് എന്തുവായിരുന്നു? ബോധമില്ലാത്ത പരിപാടി ചെയ്തുകൊണ്ടിരുന്നു. ഇവൻ എന്തുണ്ടായിരുന്നില്ല? സുബോധം ഉണ്ടായില്ല. ഇതിന്റെ പകരക്കാരൻ പറയട്ടെ, ദൈവമക്കളെ, സുബോധമില്ലാത്ത നിങ്ങളുടെ ആവശ്യം സാധിച്ചു കൊടുക്കല്ലേ. അത് സാധിച്ചു കൊടുക്കുന്നതിനപ്പുറത്തായി അവന് ബോധമുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണം. ബോധമുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണം. പക്ഷെ പലയിടത്ത് അപ്പനും ബോധമില്ല, അമ്മയ്ക്കും ബോധമില്ല. ഇന്നത്തെ ആരുടെ ബോധം വരുന്നത്? നിനക്ക് സുബോധം ഉണ്ടാവണമെന്ന് ചെക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ സ്തോത്രം. ഈ സുബോധത്തിന്റെ ലക്ഷണങ്ങൾ, സുബോധത്തിന്റെ ലക്ഷണം എങ്ങനെയാണോ? ലൂക്കോസ് മർക്കോസ് എഴുതുന്ന സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം സുബോധത്തിന്റെ ഒരു ലക്ഷണം എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ അടുക്കൽ വന്ന് ലഭ്യമുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് സുബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വസ്ത്രം ധരിക്കും. പണ്ടേ ഒരു പാസ്റ്റർ അമേരിക്കയിൽ പോയി എന്റെ തമ്പുരാൻ എല്ലാത്തിനും ലഘ്യവനാന്ന് പറഞ്ഞു. അവിടെ താനും പെണ്ണിനൊക്കെ ലഘ്യവനാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പറയും, ഒറ്റടത്തിന് വസ്ത്രമില്ലെന്ന്. സുബോധത്തിന്റെ ഒരു ഭാഗമാണ് വസ്ത്രധാരണം. മനസ്സിലായോ? ഈ കോപ്രായൊക്കെ കാണിച്ച് നടക്കുന്ന വല്ലതും വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലായിക്കൊണ്ട് എന്തില്ല? സുബോധമില്ല. അതെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വായിക്കാം. 17 മടങ്ങ് 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇല്ലാത്ത സത്യം പറയാം. തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബേബി ഫുഡ് ഓക്കെപ്പിടിയൊക്കെ മേടിച്ചു കൊടുത്താൽ പോരാ. നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി നിങ്ങൾ നന്നാവും നോക്കണം.
ദൈവ സ്തോത്രം. ഇന്ന് നല്ലൊരു ശതമാനം മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുള്ള പറയുന്നറിയാമോ? അവർ നന്നായിട്ട് പഠിക്കുന്നില്ല. അപ്പൊ ഒരു പറയും അവർ നന്നായിട്ട് പഠിക്കണം. രണ്ടാമത്തെ പറയുന്നറിയാമോ? അവർ ഒന്നല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്. മൂന്നാമത്തെ പറയുന്നറിയാമോ? ഹല്ലേലൂയ, നല്ല ആരോഗ്യം ഉണ്ടാവണം. ദൈവത്തിന്റെ സ്തോത്രം. ഇത് അപ്പുറത്തൊന്നില്ല. ഒരു പറയും ദൈവത്തിന്റെ സ്തോത്രം. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു വരി നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ കാണുമോ? എത്ര പേർക്ക് അറിയാം ഈ ലോകം ശാശ്വതമില്ല? എത്ര പേർക്ക് അറിയാം? ഏറിയാൽ 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80. ഇത് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകണമെന്ന് അറിയാമോ? എന്നിട്ട് പുറകെ ഇതിട്ട് വരുമെന്നാണ് ഉറപ്പുണ്ടോ? നമുക്ക് ഈ ലോകം ഇട്ടിട്ടെന്ന് ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നിടത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ വരുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കണം, യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടതായിട്ട് മാറണം. നമുക്ക് കുറെ നല്ല ജോലി, കുറെ ശമ്പളവും, കുറെ പഠിത്തവും, പിള്ളേർക്ക് നല്ല ഒരു കല്യാണം നടന്ന് ഒരു വലിയ വീടും മേടിച്ച് അവർ താമസിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ ആ വീട് കൊണ്ട് അവസാനിക്കും. നിത്യതയുള്ള വീട്ടിൽ നീ പോകുമ്പോൾ നിന്റെ മക്കൾ അവിടെ കാണത്തില്ല. എത്ര പേർ നിത്യത ഒരു സത്യമാണെന്ന് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ആത്മീയമാണ് ഭൗതികത്തെക്കാൾ വലുതെന്ന് ബോധ്യമുണ്ട് നമുക്ക്? ഞാൻ എനിക്ക് ഒരു സത്യം രാത്രി ഹല്ലേലൂയ യോഗ കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഒരു വീട്ടിൽ ചെന്നു. ഭയങ്കര ഒരു സെലിബ്രേറ്റിംഗ് ഫംഗ്ഷൻ ആയിരുന്നു. ബർത്ത്ഡേ പാർട്ടിയെല്ലാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഗൃഹപ്രാർത്ഥന. ചില വീട്ടിലൊക്കെ ഗൃഹപ്രാർത്ഥന പാസ്റ്റർ ചെന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചില വീട്ടിൽ താമസിച്ച് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിച്ചിട്ട്? പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കുന്നത് കഴിച്ചിട്ട് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിച്ചിട്ട് കഴിക്കണോ? അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാ കഴിച്ചിട്ടാണോ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ചിട്ടാണോ കഴിക്കാറ്? അപ്പൊ ചില കൊച്ചു പിള്ളേര് വീരന്മാരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല പാസ്റ്റർ. ഇന്ന് പാസ്റ്റർ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. പിള്ളേർക്ക് തട്ടിപ്പില്ലാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനെ കുടുംബപ്രാർത്ഥന. ഒരെണ്ണം അപ്പന്റെ തുറന്നുവിടായിരുന്നു, ഒരെണ്ണം അമ്മയുടെ തുറന്നുവിടായിരുന്നു, ഒരെണ്ണത്തെ മരിച്ചോണ്ട് വന്നത്. എല്ലാം കയറി കിടന്നു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഭക്ഷണം വിളമ്പി. തള്ളക്ക് പരാഗണം. പിള്ളേരൊന്നും കഴിച്ചില്ല, വിളിച്ചോടുക. ഒരു കണക്കിന് 3 പൊക്കിക്കൊണ്ട് അവിടെ ഇരുത്തി. നിങ്ങൾ ഈ പുട്ട് നിറയ്ക്കുന്നതാണോ? സാധാരണ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഭക്ഷണം കഴിച്ച് ചവയ്ക്കാതെ അകത്തോട്ട് പോയ ഒരു പ്രയോജനം പറയുന്നത്. ഈ 3 എണ്ണത്തിനെ പുട്ട് നിറയ്ക്കുന്ന പോലെ ഇറച്ചി പൊടിച്ചിട്ടത്, ഇറച്ചി വറുത്തിട്ടത്, ഇറച്ചി മുരിച്ചിട്ടത്, ചോറ് ഒപ്പാത്തിന് എല്ലാം കൂടെ കുഴച്ച് ഗ്രൈൻഡ് ചെയ്ത് ഓരോ ഉരുളയാക്കി ഇട്ടിച്ചിരിച്ച് കയറ്റി 3 എണ്ണത്തിനെ വയറ് വീർപ്പിച്ചിട്ട് മക്കളെ കിടന്ന് നാളെ രാവിലെ എഴുന്നേറ്റാണ് ഇവിടെ കിടന്ന് ഞാൻ ഒരു വാക്യം എന്ന് പറഞ്ഞു കൊടുത്തു. കുടുംബപ്രാർത്ഥനയും പിള്ളേർ ഉറങ്ങുക. ഞാൻ ചോദിക്കട്ടെ, അപ്പനും പ്രാർത്ഥിച്ചാൽ മതിയോ? കുഞ്ഞിന് ദൈവബോധം ഉണ്ടാവണ്ടേ? അപ്പൊ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരാനായിട്ട് അവർക്ക് വേണ്ട ഭൗതികമായ ഈ പുറത്തെ മനുഷ്യനെ വളർത്താൻ ആവശ്യമായ ചോറും കറിയും ചിക്കനും മട്ടനും കൊക്കനും എല്ലാം അടിച്ചു കയറ്റാൻ അവൻ മടി കാണിക്കാത്ത, ധൃതി കാണിക്കുന്ന, ശ്രദ്ധ കാണിക്കുന്ന, അതിശ്രദ്ധ കാണിക്കുന്ന മാതാവിന് ഈ കുഞ്ഞിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ ഒരു വാക്യമെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം, പട്ടിയെ പൂച്ചയെ എരുമയും കഴുതയും വളർത്തുന്ന പോലെയല്ല മനുഷ്യരെ വളർത്തേണ്ടത്. അതിനൊക്കെ തീറ്റ മതി, അതിനൊക്കെ തൊഴുത്ത് മതി. മനുഷ്യന്
മറ്റു ചിലത് കൂടെ ആവശ്യമുണ്ട്. ആമേൻ. കാരണം മനുഷ്യൻ നിത്യതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ കൊണ്ട് തീരാത്ത ഒന്ന് അവന്റെ മുൻപിലുണ്ട്. ഇന്ന് രാത്രി അത് ബോധ്യമുള്ള കാര്യത്തിൽ സ്തോത്രം പറയാമോ? ഇവിടെ കൊണ്ട് തീരാത്ത ഒന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യും? ദൈവ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 13-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. മനോഹ പ്രാർത്ഥിച്ചു, കർത്താവേ, ജനിക്കാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകണമേ. ഇവിടെ ജനിച്ചതിന് വേണ്ടി ഉപദേശം ചോദിക്കുന്നില്ല, ഇത് ജനിക്കാതിരിക്കുന്നതിന് വേണ്ടി ചോദിക്കുക. അപ്പോ ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ എങ്ങനെ വളർത്തണം എന്നുള്ള ഉപദേശം എവിടെ നിന്ന് മേടിക്കണം? ഈ ലോകത്തിന്റെ പ്രമാണത്തിൽ കിട്ടത്തില്ല കേട്ടോ. ഞാൻ സത്യം എന്ന് പറയാം, ഈ ലോകത്തിന്റെ പ്രമാണം അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ നിങ്ങൾക്ക് അവരെ കിട്ടത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 5 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം? ഡിസിപ്ലിൻ പഠിപ്പിക്കണം. പക്ഷെ നമ്മൾ ആകപ്പാട് ഒറ്റ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതിന് വളരെ നിർബന്ധമാണ്. 1-നും 2-നും പോകേണ്ടത് ഡിസിപ്ലിൻ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനേക്കാൾ പ്രധാനമാണ് പിള്ളേരുടെ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ. ആത്മീയരാക്കി, ദൈവത്തിന് മനുഷ്യർക്ക് കൊള്ളാവുന്നവരാക്കി നമ്മുടെ തലമുറകൾ വളർന്നു വരുമ്പോൾ നമുക്ക് സ്വസ്ഥതയോടെ ഈ ലോകം വിട്ടു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ യാക്കോബ് പറഞ്ഞിരിക്കരുത്, നിങ്ങൾ ദുഃഖത്തോടെ നരയെ പാതാളത്തിൽ ഇറങ്ങുമാറാകും. അവിടെ ഒരു മാതാവ് മരിക്കാൻ 5 മക്കളും. ഇത് സ്തോത്രം. 5 മക്കളിൽ ഒരെണ്ണം രക്ഷിക്കപ്പെട്ടില്ല, 4 രക്ഷിക്കപ്പെട്ടു. മരണക്കിടക്കയിൽ 5 മക്കളെ വിളിച്ചു വരുത്തി. ദൈവത്തിന്റെ സ്തോത്രം. 1-ാമത്തെ മൂത്ത മകനോട് പറഞ്ഞു, മകനെ, നിന്നെ വളർത്തി, നിന്നെ ഇത്രയും ആക്കി, ഞാൻ നിനക്ക് അവന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, നീ രക്ഷിതാ കർത്താവ് സ്വീകരിച്ചു. സ്തോത്രം. ദൈവവേദനായി ജീവിക്കുന്നു, എനിക്ക് സന്തോഷമുണ്ട്, ഗുഡ് നൈറ്റ്. 2-ാമത്തെ കുഞ്ഞിനോട് അതിന് പറഞ്ഞു ഗുഡ് നൈറ്റ്. 3-നും 4-നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. 5-ാമത്തെ രക്ഷിക്കപ്പെടാത്ത കുഞ്ഞിനോട് പറഞ്ഞു, മകനെ, നിനക്ക് കർത്താവിനെ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇതുവരെ സാധിച്ചില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിനക്ക് ഞാൻ പറഞ്ഞു തന്നു, വാക്യങ്ങൾ പറഞ്ഞു തന്നു, നിനക്ക് ഇതൊന്നും ഏറ്റെടുക്കാൻ സാധിച്ചില്ല. എന്ത് ചെയ്യാനാണ്? ഗുഡ് ബൈ. 4-എണ്ണത്തിനോട് ഗുഡ് നൈറ്റ്, ഒരെണ്ണത്തിനോട് ഗുഡ് ബൈ. അവൻ ചോദിച്ചു, എന്നോട് മാത്രമല്ല ഗുഡ് ബൈ പറയുന്നത്, എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞു, എന്നോട് മാത്രമല്ല ഗുഡ് ബൈ. അതാ പറഞ്ഞു, നിന്റെ മൂത്ത 4 ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നിത്യനിദ്രയിൽ നിന്ന് ഞാൻ ഉണരുമ്പോൾ കാണാൻ സാധിക്കും. നിന്നെ ഇനി കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. അവനോട് ഗുഡ് ബൈ, മറ്റവരോട് ഗുഡ് നൈറ്റ്. ആ സഭയുടെ ഇത് പ്രകാരമാണ്. അവിടെ വച്ച് അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അമ്മ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. നമ്മുടെ മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഗുഡ് ബൈ അല്ല, ഗുഡ് നൈറ്റ് പറയത്തക്കവണ്ണം മരണക്കിടക്കയിലാകുമ്പോൾ മക്കളോട് ഗുഡ് നൈറ്റ് പറയത്തക്കവണ്ണം കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തോടെ ഉറപ്പ് വരുത്തുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? ഈ ബാലൻ ജനിച്ച് വളർന്ന് മരിച്ചപ്പോ എഴുതിയത് എന്നാന്നറിയാമോ? 16-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ
പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം മുതലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. ശത്രുക്കളും മരിച്ചു, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ മരിച്ചു, കൂടെ ഇവനും മരിച്ചു. മരിക്കുമ്പോഴുള്ള അവസ്ഥ എന്നാലും അറിയാമോ? സ്തോത്രം 21 വാക്യം. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസ്സയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ച് ലോകം കണ്ടതിലേക്കും ശക്തിമാൻ, ലോകം കണ്ടതിലേക്കും അവൻ സൗന്ദര്യമുള്ളവൻ, സൂര്യനെപ്പോൾ പ്രകാശമുള്ളവൻ. പക്ഷെ അവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ചെമ്പ് ചകല കൊണ്ട് ബന്ധിച്ചു. ശത്രുവിന്റെ അവൻ മാവ് പൊളിച്ചുകൊണ്ടിരുന്നു. ഒരു അടുത്ത വാക്യം വായിച്ച് 23. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. നിങ്ങൾ മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവത്തിന്റെ വീഴ്ചയിൽ ശത്രു ഉത്സവം ഘോഷിക്കും. ഒരു ദൈവത്തിന്റെ വീഴ്ച പിശാചിന് ഉത്സവമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കാരണം ശത്രു ഉത്സവം ഘോഷിക്കാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മൾ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. തങ്ങളുടെ ദേവനെ പുകഴ്ത്തി ശിംശോനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അവരുടെ ദേവനല്ല ശിംശോനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്, ശിംശോൻ സ്വയമായിട്ട് ഏൽപ്പിച്ചതാണ്. അവരുടെ ദൈവത്തെ പ്രവർത്തിച്ചൊന്നും അല്ലായിരുന്നു. ഇവൻ തന്റെ ജീവിതത്തിൽ പടിയായി 25 സ്റ്റെപ്പിൽ അവൻ വീണത് എന്ന് പറയാൻ നേരമില്ല. 25 സ്റ്റെപ്പിൽ അവൻ ഫെയിൽ ചെയ്തു. ഒടുവിൽ ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കണ്ണു കുത്തിപ്പെട്ടിക്കപ്പെട്ടനായി മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേ. അടുത്ത വാക്യം. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ. ഞാൻ ആ വാക്യം വായിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കളിപ്പാൻ വായിച്ചേ. ശിംശോനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ കൂടെ കടന്നു എന്നറിയാം. ഇവര് പറയുകയാണ് നമ്മുടെ മുമ്പിൽ കളിക്കാൻ ഇവരെ കൊണ്ടുവരും. ഇവൻ എങ്ങനെ ഇരിക്കുന്നത്? കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി, ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ഇരിക്കുന്ന ശിംശോനെ നമ്മുടെ മുമ്പിൽ കളിക്കാൻ നിൽക്കണം പോലെ. പ്രൈസ് ദി ലോർഡ്. ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കൂടെ ആ കാലത്ത് കടന്നുപോയ ചിത്രം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്പലത്തിൽ ഉത്സവം പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരു കുരങ്ങനെ ഒരുത്തം വരും. കുരങ്ങന്റെ ആരെയും ഒരു കയറും കൊണ്ട് കെട്ടിട്ട് ചാളി കളിക്കട കൊച്ചിരാമ, ഓടിക്കളിക്കട കൊച്ചിരാമ എന്ന് കുരങ്ങൻ കിടന്ന് ചാടും. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. 10 പൈസ 5 പൈസ കിട്ടും. കുറെ നേരം കുരങ്ങനെ ചാടിച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ട് വേറെ തൊട്ട് പോകും. അവിടെ കുരങ്ങനെ ചാടിക്കും. ദൈവമക്കളെ, സൂര്യന്റെ തേജസ്സോടെ ഫെലിസ്ത്യരെ വാഴുവാൻ, ഫെലിസ്ത്യരെ കൊന്നൊടുക്കുവാൻ, കുന്ന് രണ്ടെന്ന് അവൻ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ സൈന്യത്തെ കൊന്നെടുക്കുവാൻ ശക്തിയും കൃപയും അഭിഷേകവും പ്രാപിച്ചിരുന്ന ശിംശോൻ ഇന്ന് കൂത്തുകാഴ്ചയായി മാറി. അവര് പറയുന്ന അവരുടെ ദൈവമായിരുന്നു. അല്ല, അവരുടെ ദൈവം ചെയ്തതല്ല. പിന്നെ എങ്ങനെ പറ്റി നോക്കാം. ഹല്ലേലൂയ. ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ അവനെ വളർത്തണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പറഞ്ഞു. ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞു. 13 വാക്യം, 12-13. നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിന്റെ വചനം നിവൃത്തിയായി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, ഞങ്ങൾ എന്ത്
അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ ബോധ്യം എന്തെങ്കിലും നമുക്കുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ? രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവർ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവഭയത്തിൽ വളർത്തണം, ദൈവത്തിൽ വളർത്തണം, ആ ഒരു ബോധ്യം, ഒരു 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 ഡിസയർ നമുക്കുണ്ടോ? പ്രൈസ്തലോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചോദിച്ചു എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എന്തോ സ്ത്രീയോട് പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 4-ാം വാക്യം തൊട്ട് 3 തൊട്ട് ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരകത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. ആരോടാ പറഞ്ഞത്? അമ്മയോ? അപ്പനും കിട്ടി. ഇനി അപ്പനും അമ്മയോട് എന്ത് ചെയ്യണമായിരുന്നു? ഇവനെ എറണാകുളത്ത്, കളമശ്ശേരിയിലും എറണാകുളത്ത് നടന്ന 2 ദാരുണ സംഭവങ്ങൾ ഞാൻ പറയാം. ക്രൈസ്തവം. 1 ഒരു ഗൾഫുകാരന്റെ വീട്ടിൽ, 2 എറണാകുളത്തുള്ള ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ വീട്ടിൽ. പേര് മാത്രം ഞാൻ പറയുന്നില്ല. ദൈവസ്തോത്രം. 2 നടന്ന സംഭവമാണ്. ദൈവസ്തോത്രം. ഗൾഫുകാരന്റെ വീട്ടില് ഒറ്റ മകൻ, ദൈവസ്തോത്രം, ഹല്ലേലൂയ, അവന് നാട്ടിൽ കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ആക്കിയിട്ട് അവന്റെ അപ്പന്റെ അമ്മയോട് കൂടെ താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ടിരിക്കുക. ഇന്ന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ നാട്ടിൽ വന്നപ്പോൾ ഇവന് ജസ്റ്റ് 18 വയസ്സ് കഴിഞ്ഞ ആ ആഴ്ചയാണ്. ഇവ പറഞ്ഞ എനിക്ക് ഒരു ബൈക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ ചോദിച്ച ബൈക്ക് ഏതെന്നറിയാമോ? ഷോഗൺ. ഷോഗൺ എന്ന് പറഞ്ഞ ഒരു ബൈക്കുണ്ട്. ആ ബൈക്കിന്റെ ഗുണം എന്നറിയാമോ? അത് മരത്തേക്ക് വേണമെങ്കിൽ അത്ര എഞ്ചിൻ പവറാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറഞ്ഞു നിനക്ക് ബൈക്ക് മേടിച്ചു, ഷോഗൺ എന്തിനാ? ഈ ഷോഗൺ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദാസ് മേടിച്ചു കൊടുത്തു. മേടിച്ചു കൊടുത്തു 2 മാസം കഴിയുന്നതിന് മുമ്പ് അത് ഉപയോഗിച്ചു. കൈ ഒഴിഞ്ഞു, കാലും പ്ലാസ്റ്റർ. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നു, അമ്മ ഗൾഫിൽ നിന്ന് വന്നു. മകന്റെ കൂടെ ഇരുന്ന് ഐസിയിൽ ഇരുന്ന്, പുറത്തിരുന്നു, അകത്തിരുന്നു, എല്ലായിടത്തും ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കാര്യം എനിക്ക് ശരിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ തിരിച്ചു പോകാൻ മുമ്പ് അപ്പനൊരു കാര്യം ചെയ്തു. ഇനി ഈ ഗതികേട് വരരുത് എന്ന് വിചാരിച്ച് അപ്പൻ എന്ത് ചെയ്ത് കാണും? ബൈക്ക് വിറ്റു. ഇവൻ പറഞ്ഞു എന്നോട് ചോദിക്കാതെ ബൈക്കാര് വിറ്റു. എന്നാലോചിച്ച് നോക്കി. അപ്പനിവന്റെ പെർമിഷൻ വേണം ബൈക്ക് വിൽക്കാൻ. കൊടുക്കാം. ആ പറഞ്ഞു എനിക്ക് ബൈക്ക് മേടിച്ച് തന്നില്ല, തിരിച്ച് വീണ്ടും ബൈക്ക് മേടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഒന്നിക്കത്തില്ല. ഭയങ്കര വർത്താനം, ഭയങ്കര വഴക്കോടെ വന്നു. അവസാനം പറഞ്ഞു എനിക്ക് ബൈക്ക് എന്ന് ഞാൻ ചത്തു വരുന്നത്. അപ്പൊ പറഞ്ഞു നീ ചത്താലും ഇനി തരത്തിലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മുറിലോട്ട് കയറി വാതിൽ അടച്ചു. ഇവർക്കൊന്നും മനസ്സിലായില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞാൽ എന്തോ ആവശ്യത്തിന് നോക്കി മുറി അകത്ത് വോട്ട് ചെയ്തിരുന്നത്. വഴക്കിട്ടിരിക്കാന്ന് വിചാരിച്ചു. 4 മണി, 5 മണി, 6 മണി, അനക്കമില്ല. സംശയം തോന്നി. വാതിൽ വിളിച്ചാൽ നോക്കിയപ്പോൾ ഫാനിൽ തോന്നി. നടന്ന സംഭവം കളമശ്ശേരി നടന്നതാണ്. രണ്ടാമത്തെ കേസ് ഭയങ്കര ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മകൻ. അവൻ എഞ്ചിനീയറിംഗ് പോയി. എഞ്ചിനീയറിംഗിന് പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വന്നു. ആകെ 56 സബ്ജക്റ്റാണെന്നുള്ളത്. അതിനകത്ത് 48 കിട്ടാനുണ്ട്. 40 പോയി. ഇവൻ ഒരു ദിവസം ഒരു കേസ് ബിയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തേക്കില്ല. 3 days for 1 case beer.
കിട്ടിയെന്ന് കൂടി. അവസാനം ഒരു ദിവസം പറഞ്ഞു സ്കോഡാക്കാർ വേണം. മെഡിക്കൽ കഴിക്കാനിട്ടല്ല, പക്ഷെ നീ എഞ്ചിനീയറിംഗ് എന്ന് പാസ്സാകുന്നു അന്ന് മെഡിക്കൽ. ഇവനറിയാം ആയുസിനെ എന്ത് ആയുസ് പാസ്സാകുന്നുണ്ട്. ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞു മുറിക്കാത്തൊരു കയറി തൂങ്ങിയിരിക്കുന്നു. ഞാൻ പറയുന്ന ദൈവമക്കളെ, കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ദൈവ ഭയത്തിൽ മുതിർന്നവരാക്കി മാറ്റിക്കോണം. അവർക്കൊരു ഉപവസിക്കണം, അവർക്കൊരു പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരയണം. പ്രൈസ്തലോ. ഒരു ദിവസം 2 ദിവസവും പോരാ. ആ കുഞ്ഞുങ്ങൾ പ്രാപ്തന്മാരായി തീരുന്നതുവരെയും ഒരു മാതാവിന്റെയും പിതാവിന്റെയും ചുമതലയാണ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുക എന്നുള്ളത്. പ്രൈസ്തലോ. നിങ്ങൾക്കറിയാമോ, ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? പണമല്ല, വീടല്ല, പട്ടിണിയല്ല, തലമുറ. അവിടെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൊടുത്തു. ഇവരാരായിരിക്കും? നാസിറായിരിക്കും. നാസിർ പുലർത്തുന്ന മർമ്മങ്ങൾ ദൈവത്തെ സ്തോത്രം ഭാര്യ യഹൂദ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലി വംശത്തിൽപ്പെട്ട ഇവരോട് ആരും പറഞ്ഞു കൊടുക്കണ്ട. അവൻ ഇസ്രായേൽ തലമുറയിൽ ജനിച്ചു വളർന്ന ഒരുവന് മോശയുടെ ന്യായപ്രമാണം ഏതാണ്ട് ബൈഹാർട്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എത്ര പിള്ളേർക്ക് വേദപുസ്തകത്തിനകത്ത് എത്ര പുസ്തകങ്ങളെന്നറിയാം? ഒരു പുസ്തകം അബൂബൂക്ക് എടുക്കാൻ പറഞ്ഞാൽ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ എന്നറിയാം? ആർക്കറിയാം? ഞാൻ ചിലതത്തിൽ ചെല്ലുമ്പോൾ പിള്ളേർ അബൂബൂക്ക് എടുക്കാൻ പറയും. നോക്കുന്ന എവിടെന്നറിയാമോ? മിക്കവാറും പുതിയ നിയമത്തിലാണ് കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു ആഴമേറിയ നിശ്ചയം കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ അവർ പ്രയോജനപ്പെടത്തില്ലെന്ന് നമുക്കറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിക്കുന്നത്, വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിലൊരിക്കൽ വായിക്കണമെന്ന് നിഷ്കർഷിക്കുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശില്പയോട് ചോദിച്ചറിയാം. ഫെയ്സ് സിറ്റിയിലെ സകല കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിൽ വേദപുസ്തകം 1 or 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം വായിച്ചിരിക്കും. 3 times. ബൈബിൾ വായിക്കാൻ എത്ര നേരം വേണം? ഒരു പ്രാവശ്യം ഈ 66 പുസ്തകങ്ങൾ 31 വെളിപ്പാടുകളുടെ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചതിന് എത്ര സമയം വേണം? ഞാൻ നല്ലത് 3 കൊല്ലത്തിനുള്ളത്. പിന്നെ കാർഡ് വെച്ച് വായിക്കണമെങ്കിൽ 1 കൊല്ലം കൊണ്ട് വായിക്കാൻ നോ 56 hours. ഈ വ്യവസ്ഥ വായിക്കാൻ 56 മണിക്കൂറുകൾ ഒരു പ്രാവശ്യം വായിക്കാൻ. എത്ര പേര് വായിച്ചിട്ടുണ്ട്? കയ്യിൽ പോകണ്ട. ആയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെ മണലിന്മേൽ വീട് പണിത മനുഷ്യർക്ക് തുല്യം. കുടുംബത്തിന്റെ പതനം കണ്ണുകൊണ്ട് കാണേണ്ടി വരും. ദൈവവചന പ്രകാരം കുടുംബങ്ങൾ പണിയണം, ജീവിതം പണിയണം, തലമുറകൾ പണിയണം. അതിനെന്ത് ചെയ്യണം? ഇത് വായിക്കണം. 56 മണിക്കൂർ മതി. ഞാനിത് വെറുതെ പറയുന്നത്. ഞാനിതല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് അസൈൻമെന്റ് കൊടുത്തിരിക്കുക ആവറേജാണ് 56 മണിക്കൂർ. 60 മണിക്കൂർ കൂടി ഒരു ദിവസം 1 മണിക്കൂർ വേദപുസ്തകം വായിച്ചാൽ എത്ര ദിവസം വേണം? 60 ദിവസം. എന്നാൽ എത്ര മാസം വേണം? 2 മാസം. ചിലപ്പോൾ 1 മണിക്കൂർ വായിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, ഞാൻ സമ്മതിച്ചു. 1/2 മണിക്കൂർ വായിക്കാൻ പറ്റും. 15 മിനിറ്റ് കാലത്ത് 15 മിനിറ്റ് വൈകുന്നേരം വായിക്കാൻ പറ്റിയല്ലേ? ഒരു ഫോൺ കോളിന് വേണം 3-4 മിനിറ്റ്. 3 ഫോൺ കോളിന്റെ സമയം രാവിലെ വായിക്കാൻ വേണ്ടി എന്തിനാ ജീവിച്ചിട്ട് കാര്യം? ബൈബിൾ 3 ഫോൺ കോളിന്റെ സമയമെങ്കിലും രാവിലെ 10 വൈകിട്ട് വായിക്കുന്നതിൽ നമ്മൾ ജീവിച്ചിട്ടാണ് കാര്യം. 1/2 മണിക്കൂർ വായിച്ചാൽ 4 മാസം കൂടി ബൈബിൾ തീരും. 15 മിനിറ്റ് കാലത്തും 15 മിനിറ്റ് വൈകിട്ട് വായിച്ചാൽ 4 മാസം കൊണ്ട് ഇത് വായിച്ചു തീരും. ഒരു വർഷം എത്ര പ്രാവശ്യം വായിക്കാൻ? 3 times. 1/2 മണിക്കൂർ വേദപുസ്തകം മുടങ്ങാതെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ബൈബിൾ 3 പ്രാവശ്യം ഒരു വർഷം വായിച്ചു തീർക്കാം. നീ 1/2 മണിക്കൂർ സാധിക്കില്ല, 15 മിനിറ്റ് വിചാരിച്ചു. എന്നാൽ 8 മാസം കൊണ്ട് വായിച്ചു തീർക്കാണ്. 1.5 times ബൈബിൾ വായിച്ചു തീർക്കാം ഒരു വർഷം. 15 മിനിറ്റ് വായിച്ചാൽ അതെങ്കിലും കൊള്ളത്തിൽ, അതെങ്കിലും വയ്യെങ്കിൽ നമ്മളിവിടെ ദൈവം എന്തോ സഹായിക്കുന്ന പറയുന്നത്. എവിടെ കൊണ്ടുപോകാനാണ് നമ്മളെയൊക്കെ?
പ്രൈസ് ഗോഡ്. യഹൂദന് ഇസ്രായേൽ മക്കൾക്ക് ദൈവവചനം എന്ന് പറയുന്നതിന്റെ ആഴങ്ങൾ അറിയാം. അതുകൊണ്ട് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്തോത്രം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. നാസിറുള്ളത്തിന്റെ വ്യവസ്ഥകൾ ഒന്നുകൂടെ വായിച്ച്. നമ്പർ 6 മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർദ്ധിച്ചിരിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരുത്. തന്റെ നാസീർ വ്രത കാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നും അവൻ തിന്നരുത്. കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ ഉണ്ടാക്കുന്ന ഒന്നും അവൻ നാസീർ തിന്നരുത്. അടുത്തത്, നാസീർ വ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. 2 ക്ഷൗരക്കത്തി അവന്റെ തല തൊടരുത്. അടുത്തത്, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുമ്പോഴും അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. 4 പ്രമാണമാണ് ഇതിന്റെ സ്തോത്രം ഒരു നാസീർവ്രതത്തിനുള്ളത്. 1, മുന്തിരി കുരു തൊട്ട് തൊലി വരെ കഴിക്കരുത്. 2, തലമുടി വളർത്തണം. 3, ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. 4, ഇതൊന്നും ഒരു കാലത്ത് ലംഘിക്കാതെ ദൈവസന്നിധിയിൽ അവനെ തന്നെ സമർപ്പിക്കണം. എവിടെയെങ്കിലും വെച്ച് പാളിച്ച പറ്റിയാൽ ഇത് വീണ്ടും തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്തോണം. 4 പ്രമാണമാണ് നാസീർവ്രതത്തിനുള്ളത്. ദൈവസ്തോത്രം. അപ്പോൾ ഈ ശിംശോന്റെ മാതാവിനോട് വ്യക്തമായി പറഞ്ഞു, മകൻ ആരായിരിക്കണം? നാസീർവ്രതസ്ഥനായിരിക്കണം. ആമേൻ. ഈ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോൾ പഥ്യം എന്നുള്ള സാധനം, പഥ്യം തെറ്റിച്ച പ്രശ്നമാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെന്നറിയാമോ, ആയുർവേദം കഴിക്കുന്ന ഒരാളോട് വൈദ്യൻ പറഞ്ഞു കൊടുക്കും, വീട്ടുകാർ പറഞ്ഞു കൊടുക്കും, സകലന് പറഞ്ഞു കൊടുക്കും, എന്റെ മോനെ പഥ്യം തെറ്റിക്കല്ലേ, ഇറച്ചി കൂട്ടാൻ പാടില്ല, മീൻ കൂട്ടാൻ പാടില്ല, പുളി കൂട്ടാൻ പാടില്ല, എരിവ് കൂട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചില പഥ്യങ്ങളുണ്ട്. ഇത് ഈ മരുന്ന് കഴിക്കുന്ന ആളോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് സ്തോത്രം. അപ്പോൾ ബാലനെ കുറിച്ച് ഞങ്ങൾ ആചരിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച മാതാവിനോടും പിതാവിനോടും മാനവയോടും ഭാര്യയോടും ശിംശോന്റെ അപ്പനോടും അമ്മയോടും വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു, ബാലൻ നാസീർവ്രതസ്ഥനായിരിക്കണം. ഇതാരെ പഠിപ്പിക്കണമായിരുന്നു? അപ്പനും അമ്മയും ശിംശോനെ പഠിപ്പിക്കണമായിരുന്നു. ഇതിവിടെ വായിച്ച ഒരു കാര്യം നമുക്കറിയാം, ആഴത്തിൽ പഠിക്കുന്ന ഒരു കാര്യം പറയാൻ സാധിക്കും. ശിംശോനെ നാസീർവ്രതത്തിന്റെ മർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നതിൽ അപ്പനും അമ്മയും പരാജയപ്പെട്ടു. അതുകൊണ്ട് എന്ത് നമുക്കറിയാമോ, നമുക്ക് അതിന്റെ സ്തോത്രം 14-ാം അധ്യായം ഇത് സ്തോത്രം 5 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്മയിലേക്ക് പോയി തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അവിടെ നിർത്തിയാട്ടെ. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്ന് ഇടവച്ചാണ് തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോ ആരെ കൂടെ ഉണ്ട്? അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. ഈ പയ്യൻ എങ്ങനെ മുന്തിരിത്തോട്ടത്തിലൂടെ പോയി? എന്ത് ചെയ്യണമായിരുന്നു? മോനെ, ഏതിൽ കൂടെ പോയാലും വേണ്ടില്ല, നിനക്ക് മുന്തിരിത്തോട്ടത്തിനടുത്തോട്ട് പോകാൻ അനുവാദമില്ല. നിന്റെ ശക്തി, നിന്റെ കൃപ, നിന്റെ പേര്, നിന്റെ ബുദ്ധി, നിന്റെ വലിപ്പം, നിന്റെ പെരുമ, ഇതെല്ലാം എന്ത് ചെയ്യാം? മുന്തിരിത്തോട്ടത്തിനടുത്തോടെ പോയാൽ നിന്റെ നാസവ്രതവും പോവും. അതോടെ നീ സാധാരണ മനുഷ്യനാകും. പറഞ്ഞു കൊടുത്തോ? കൊടുത്തില്ല. രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെയും നിന്റെ കുഞ്ഞുങ്ങൾ നാസവ്രതസ്ഥരാണെന്ന് അവരെ അറിയിക്കേണ്ടത് ആരാണ്? സ്കൂളിൽ പറയത്തില്ല, നാട്ടുകാർ പറയത്തില്ല, ഗവൺമെന്റ് അതിന് സംവിധാനമില്ല. അപ്പനും അമ്മയ്ക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അപ്പം അപ്പനും അമ്മയും കൂടെ മുന്തിരിത്തോട്ടത്തിന് അരികിൽ പോയി. അപ്പോൾ ബാലസിംഹം, ദൈവങ്ങളെ, ദൈവം അവിടെ ഇടപെട്ടു. ഒരു പ്രശ്നമുണ്ടായി, ഒരു സിംഹം വന്നു. ഇത് സ്തോത്രം. അപ്പനും അമ്മയും മനസ്സിലാക്കണമായിരുന്നു, ഇവൻ പോകാത്ത സ്ഥലത്ത് കൂടെ പോയപ്പോൾ അവനെ തകർക്കാൻ ഒരു സിംഹം വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് യോജിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ
തലമുറ ദൈവത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ ഇടപെടുമ്പോൾ, ദൈവത്തിന് യോജിക്കാത്ത വഴികളിൽ അവർ പോകുന്നത് കാണുമ്പോൾ, ബുദ്ധിയും ബോധവും ദൈവകൃപയുള്ള അപ്പന്മാരും അമ്മയും അവരെ ബോധ്യപ്പെടുത്തണം. മകനെ, മകളെ, നിനക്കിത് പറ്റിയതല്ല. നീ ദൈവവേദനാണ്, നീ വ്യത്യസ്തനാണ്, നീ വ്യത്യസ്തനാണ്. ഞാനും നമ്മൾ വ്യത്യസ്തനാണ്. നമ്മൾ വിശേഷമുള്ള ഒരു ജാതിയാണ്. മാത്രമല്ല, ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നീ നിലയിലായത്. ബോധ്യമുണ്ടോ? ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ നിലയിലേക്ക് എത്തുമായിരുന്നു. എന്ന് കാരണം പറയുകയായിരുന്നു, നമ്മളുടെ രാജ്യത്തെ ഭരിച്ചിരുന്ന ഇവരുടെ നാട്ടിൽ വന്ന് ഇവരെ ഭരിക്കത്തക്കവണ്ണമുള്ള അധികാരം തന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ബോധ്യമുണ്ടോ? ബോധ്യമുണ്ടോ? പ്രൈസ് ഗോഡ്. ഇന്ന് ഇവരുടെ ഒപ്പം, അല്ലെ, ഇംഗ്ലീഷുകാരുടെ ഒപ്പം വാഹനം, അവരുടെ ഒപ്പം വീട്, അവരുടെ ഒപ്പം ജോലി, അവരുടെ ഒപ്പം സകലതും ഇത് തമ്പുരാൻ തന്നതാണെന്നൊരു ബോധ്യമുണ്ടോ നമുക്ക്? നന്ദികേട് കാണിക്കരുത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി, നമ്മൾ ആരായിരുന്നെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ എന്താ എന്ന് മനസ്സിലാക്കി ദൈവത്തോട് നന്ദി പറഞ്ഞൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ രാജ്യത്തല്ല. ഒരു ചെറിയ കൈപ്പിഴ മതി ഇവിടെ നാട് കടത്താൻ. ഇന്ത്യയിലാണെങ്കിൽ നാട് കടത്തല്ലേ, മത്സ്യം വന്ന് ജയിലിൽപ്പെടുത്തും. ഇവിടെ ചെറിയൊരു ഒരു സംശയം മതി. ആ ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ? ഇവിടെ നാട് കെട്ടിപ്പിടിക്കാൻ നമ്മൾ. ഞാൻ ഗൾഫില് ഒരു രാജ്യത്ത് ചെന്നപ്പോ, സ്ഥലം ഞാൻ പറയുന്നില്ല, അച്ചായന് ഇരിപ്പും ഭാവവും മട്ടും എല്ലാം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല, അച്ചായോ ഇത് ശരിയല്ല കേട്ടോ, ദൈവത്തോട് ഇങ്ങനെ കാണിക്കല്ലേ. എന്നിട്ട് പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ രാത്രി 2:30 മണിക്ക് പോലീസുകാരെ ഒന്ന് മുട്ടും, അങ്ങനെ മനസ്സിലാവുന്നത്. 3 മാസത്തിനകം പിടിച്ചോണ്ട് പോയി. രാത്രി ഞാൻ സത്യം നിങ്ങൾ പറയാം, ദൈവം നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ ചുറ്റും കോട്ട കെട്ടി പരിപാലിക്കുന്നില്ലെങ്കിൽ, അവൻ നമുക്ക് ചുറ്റും അഗ്നിമതിലായി നിന്ന് പരിപാലിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ആ ദൈവകൃപ, നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപയുടെ രഹസ്യമെന്തെന്ന് നമ്മുടെ തലമുറ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ എത്ര കോടി ജനമുണ്ടെന്ന് അറിയാമോ? 100 കോടി. 100 കോടിയിൽ 100 കോടിയുള്ള ജനത്തിൽ കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് കിട്ടിയിരിക്കുന്നത്. മാസത്തിൽ 2 പ്രാവശ്യം ഇംഗ്ലണ്ടിൽ വന്ന് തിരിച്ചു പോകാനായിട്ട് സാധാരണക്കാരന് പറ്റും. അത് കുടുംബമായി ഒറ്റയ്ക്കല്ല. ഒരു പൈസ കടം മേടിക്കത്തുമില്ല, ആരുടെ കൈ കിട്ടത്തില്ല. 2 പ്രാവശ്യം ഈ മണി പോയിട്ട് അടുത്താഴ്ച വരാം. ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട്. ഞാൻ കഴിഞ്ഞ മാസം പോകുന്നത് ഞാൻ സ്കോട്ട്ലൻഡില് ഫാസ്റ്റ് ജോൺസനെ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോ പോകുന്നു, പക്ഷേ ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു വരും. എനിക്കറിയാം ഡിസംബർ ടിക്കറ്റ് കാശ് കൂടും. പക്ഷെ എത്ര കൂടിയാലും മേടിക്കാനുള്ള വകുപ്പ് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഇത് ഭാഗ്യമാണ്. ദൈവങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നവരും വിചാരിക്കുന്നവരും ചോദിക്കുന്നവരും നനയ്ക്കുന്നവരും അത്യന്തപരമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് കരം ഉയർത്തി സ്തോത്രം പറയാമോ? ഈ ദൈവമാണ് ഇവിടെ നടത്തുന്നത്. ഈ ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിൽ അവസാനിക്കരുത്, നമ്മുടെ തലമുറകളിലേക്ക് പകരപ്പെടണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ഒരു ആഗ്രഹം എന്നാ? എന്റെ ഫാദർ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷെ എന്റെ ഫാദറിന്റെ ആഗ്രഹം എന്റെ മകൻ ഒരു ഡിഗ്രി എങ്കിലും എടുക്കണമെന്നായിരുന്നു. ഞാൻ ഡിഗ്രിയും എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. പക്ഷെ എന്റെ ആഗ്രഹം എന്തായാലും അറിയാമോ? എന്റെ കുഞ്ഞുങ്ങൾ ഡിഗ്രി എടുത്താൽ പോരാ, പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്താൽ പോരാ, ഒരു ഡോക്ടറേറ്റ് എടുക്കണം. ഒരു ഡോക്ടറേറ്റ് എടുത്തു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെടുത്തുള്ള ആഗ്രഹം നമ്മളെക്കാൾ ഒരു ഉയരണം എന്നുള്ളതാണ്. അത് ദൈവം സഹായിച്ചില്ലെങ്കിൽ ആഗ്രഹം മനസ്സിരിക്കത്തേ ഉള്ളൂ. തലതിരിഞ്ഞ് പോകുന്നത് മനസ്സിലാക്കിക്കോണം. ഇവർ പരീക്ഷയ്ക്ക് എഴുതാൻ നിങ്ങൾ തലയിൽ 5 മിനിറ്റ് ഒന്നും പ്രകാശിക്കാനാ മതി. ഒരു ക്വസ്റ്റിന്റെ ആൻസർ പോക്കാം. ഒരു ഇന്റർവ്യൂ ചെയ്തിരിക്കുമ്പോൾ
കഴിയുമ്പോൾ 10 മിനിറ്റ് കൊണ്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇവരെ തിരക്കിയോ വേണ്ട എന്നുള്ളത്. ആ 10 മിനിറ്റ് പിള്ളേരുടെ ബുദ്ധിമാക്കി ഏതിലേക്ക് പോകാം. ആര് സഹായിക്കണം? തമ്പുരാൻ സഹായിക്കണം. ഇനി ജോലി കയറിയതിരിക്കട്ടെ, അവൻ പ്രൈസ് ദി ലോർഡ്, ആ ജോലിയിൽ കയറി ആ സീറ്റിലിരുന്ന് ചെയ്യുന്ന ജോലിയിൽ ചെറിയൊരു പാകപ്പിഴ വന്നാൽ മതി, അകത്താവും. ആര് സഹായിക്കണം? ദൈവം സഹായിക്കണം. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കരുത്. ഈ ദൈവസന്നിധിയില് ദൈവകൃപയില് മുതിർന്നു വരുവാൻ, വളർന്നു വരുവാൻ, മാത്രമല്ല നമ്മുടെ തലമുറകളിലൂടെ ഇതിനെ പിൻപറ്റുവാൻ തക്കവണ്ണം നാം ജാഗരൂകരായിരിക്കണം. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. നാസകൃതത്തിന്റെ മരണം അറിയാവുന്ന മാതാവ് പിതാവ് ശിശുവിനെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ മുന്തിരിത്തോട്ടത്തിലൂടെ പോയി ദൈവം ഒരു വാണിംഗ് കൊടുത്തു, ബാലസിംഹത്തെ വിട്ടു. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? ആ ബാലസിംഹം അവനെ നശിപ്പിച്ചില്ല, പകരം അവൻ ബാലസിംഹത്തെ കൊന്നുകളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് അവനെ ശക്തിയോടെ വായിച്ചത്. അവൻ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. എന്നിട്ട് ദൈവ സ്തോത്രം 8-ാം വാക്യം, അവളെ കുറെ കാലം കഴിഞ്ഞ ശേഷം, ഈ വായിക്കാൻ ശ്രദ്ധിക്കണമേ, കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയും, അവൻ അവളെ വിവാഹം കഴിക്കാൻ ആദ്യം പെണ്ണ് കാണാൻ പോയത്, ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകും. തിരികെ പോകുകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. അവിടെ ആ ഒരു കാര്യം ശ്രദ്ധിക്കാമോ? ഒന്നും നോട്ട് ചെയ്യാം. ഒന്ന് വായിച്ചത് അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയും സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറിച്ചെന്നു. He diverted from the route. എന്ന് പറഞ്ഞാല് പ്രൈസ് ദി ലോർഡ്, നേരെ കിടക്കുന്ന റൂട്ടിലല്ലായിരുന്നു തിമ്നയിലെ മുന്തിരിത്തോട്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കൂടി എതിരെ പോയി, നേരെ പോയില്ല, ഇതേകൂടെ പോയി. ഈ പ്രാവശ്യം ദൈവ സ്തോത്രം, അവൻ അതിന്റെ അടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു? അപ്പനോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഞാനൊന്ന് ഇപ്പം വരാറുണ്ട്. മനസ്സിലാക്കണം. അത് ഏത് ഭർത്താവായാലും മക്കളായാലും വീട്ടുകാരും ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞ് മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആള് ശരിയല്ല. എന്നാ പറഞ്ഞു? ഞാൻ ഇപ്പം വരാം, മാറിച്ചു. അടുത്ത് വായിച്ചു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂടും തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. ആ സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. ശ്രദ്ധിക്കണം, അടുത്ത വാക്യം. അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അവൻ എന്ത് ചെയ്തു? അത് കയ്യിലെടുത്തു. എവിടെ നിന്നെടുത്തു? സിംഹത്തിന്റെ നാസർവത്തിന്റെ പ്രമാണം എന്നാ? ശബത്താൽ അശുദ്ധനാകരുത്. അവന് പ്രമാണം അറിയാമായിരുന്നില്ല, അതുകൊണ്ട് അവൻ ശബത്താൽ അശുദ്ധനായി. ഒന്നാമത്തെ ലംഘനം. രണ്ടാമത് സിംഹത്തിനുള്ളിൽ തേനീച്ചക്കൂട്ടം തേനും കണ്ടു, അത് എടുത്തു, അടുത്തത് തിന്നു. നിങ്ങൾക്കറിയാമോ ദൈവ സ്തോത്രം, ഈ റബ്ബർ പോകുന്ന കാലത്ത് തേൻ മേടിച്ചു കഴിഞ്ഞാൽ റബ്ബറിന്റെ ചുവയുണ്ടോ? ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് റബ്ബറിന്റെ ചുവ വരുന്ന തേന്? റബ്ബറിന്റെ കുഴിന്നുള്ള തേന. മുന്തിരിത്തോട്ടത്തിനകത്ത് കിടക്കുന്ന ചത്ത് കിടക്കുന്ന സിംഹത്തിന്റെ ഉടലിനകത്ത് തേനീച്ച കൂട് കൂട്ടിയാൽ അതിനകത്തുള്ള തേൻ എവിടെ നിന്നുള്ളതാണ്? മുന്തിരിത്തോട്ടത്തിൽ നിന്നുള്ള കുഴിന്നുള്ള തേന. വേണ്ട വകുപ്പല്ല, കുരുതൊട്ട് തൊലിവരെ തിന്നരുത്. അവൻ ശവത്താൽ അശുദ്ധനായി മാത്രമല്ല, ആമേൻ, ഒന്നാമത്തെ പ്രമാണം മുന്തിരി കുരുതൊട്ട് തൊലിവരെ തിന്നരുതെന്നുള്ള പ്രമാണം ലംഘിച്ചു. അവൻ കയ്യിലെടുത്ത് തിന്നുകൊണ്ട് നടന്നു. അല്ലെ വായിച്ചു? തിന്നുകൊണ്ട് പാർക്കിലൊക്കെ നടക്കുന്നവരെ വളരെ ലാഭബുദ്ധിയോടെയാണ് അത് കൈകാര്യം ചെയ്തത്. അവന് ഒരു ഇമ്പോർട്ടൻസ് തോന്നിയില്ല. ഇതെനിക്ക് വിലക്കപ്പെട്ടതാണെന്ന് തോന്നിയില്ല, ഇത് ഞാൻ കഴിക്കരുതെന്ന് തോന്നിയില്ല, ഈ ശബ്ദം ഞാൻ തുടരുതെന്ന് തോന്നിയില്ല. നാശപ്രദം എന്താണെന്ന് അവൻ അറിയാമായിരുന്നില്ല, അവന് സുബോധമില്ലായിരുന്നു. ആരുടെ കുഴപ്പം? അവന് സുബോധം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവിക പ്രമാണങ്ങൾ വലുതാണെന്ന് മനസ്സിലാക്കുന്ന അപ്പനും അമ്മയും അല്ലായിരുന്നു അവരുടേത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രമാണം വലുതാണെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറയെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവവചനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾക്ക് വേണ്ടത് വളർത്താൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ കൂടെ അവൻ നമ്മൾ കാര്യങ്ങൾ ആരാധന മനസ്സ് വയ്ക്കണം. എന്നിട്ട് അടുത്ത വായിച്ചു. അപ്പന്റെയും അമ്മയും അടുക്കൽ ചെന്ന് അവർക്ക് കൊടുത്തു, അവരും തിന്നു. എന്നാൽ
എന്നാൽ തേനൊരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് ഈ പറഞ്ഞു. സങ്കടം അതല്ല, അവർ തിന്നു, അവർ ചോദിച്ചില്ല. മോനെ ഇങ്ങനെ ഈ കാട്ടിൽ എവിടെ നിന്ന് കിട്ടാന്ന് ചോദിച്ചില്ല, കൊണ്ടുവന്ന് അവർ കഴിച്ചു. എന്ത് കാഷനായിട്ടാണ് നോക്കി പിള്ളേരെ വളർത്തുന്നത്. എന്ത് പറ്റി? അവന്റെ ശക്തി അതേലാണ് കയറിപ്പിടിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഇവന്റെ 19-ാം വാക്യം, 16-ാം അധ്യായം 19-ാം വാക്യം. അവൾ അവനെ മടിയിലിറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജടയേഴും കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. 17-ാം വാക്യം വായിച്ചു. ശൗരകത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്യത്യസ്തനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെ ആകും. അപ്പൊ ഒരു വിവരമില്ലാതില്ല, വേണ്ടവണ്ണം വിവരമുണ്ടായിരുന്നില്ല. ഞാൻ ഗർഭം മുതൽ നാസിലാണ്, ക്ഷൗരകത്തിന് തൊട്ടിട്ടില്ല. എന്റെ തലമുടി ക്ഷൗരം ചെയ്താൽ ശക്തി എന്നെ വിട്ട് ഞാൻ ശേഷം മനുഷ്യനെ പോലെയാകും. അവൻ അറിവില്ലാഴികയല്ല, അവനെ അറിയേണ്ട വിധത്തിൽ അറിയിപ്പിച്ചില്ല. നമ്മുടെ യേശു ആരാന്ന് അറിയാത്ത കാര്യങ്ങളുള്ളൂ, നമ്മുടെ മക്കളിലില്ല. പക്ഷെ യേശു എങ്ങനെയുള്ളവരെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്തു, യേശു എന്ത് ചെയ്തു നമ്മളറിഞ്ഞാൽ പല കുഞ്ഞുങ്ങളറിയണം. ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ഡോക്ടറുടെ മകൻ ഡോക്ടറാകും, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറാകും, ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനി ആവത്തില്ല ഓട്ടോമാറ്റിക്കല്. ഞാനും നിങ്ങളും എങ്ങനെ ദൈവത്തെ വിശ്വസിച്ചു പോകും, എങ്ങനെ ഈ കർത്താവിനെ ഏറ്റു പറഞ്ഞു പോകും, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയാതെ രക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ എങ്ങനെ ദൈവത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു പോകും, അതുപോലെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാതെ അവൻ ശരിയാകത്തില്ല, സ്വർഗ്ഗത്തിൽ പോകത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ ഗ്രഹിച്ച ഈ മർമ്മങ്ങൾ, നമ്മൾ അനുഭവിച്ച മനസ്സിലാക്കിയ തത്വങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടതുപോലെ അറിയണം. അവരറിഞ്ഞോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. ഒരു ഗർഭത്തിന് അവസാനിച്ചു, ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, ശക്തി ക്ഷയിച്ചു പോയി, അവസാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ പറയട്ടെ, ദൈവ സ്തോത്രം, ആദ്യ പിതാക്കന്മാർ മക്കളെ വളർത്തിയത് എങ്ങനെയായിരുന്നു നോക്കാം. അതോടെ അവസാനിപ്പിക്കുന്ന 15 മിനിറ്റ് മുമ്പിലുണ്ട്. വേഗത്തിൽ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അതിലെ 1 മുതലുള്ള വാക്യം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? അബ്രഹാമിനെ വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ അരുളി ചെയ്തു. അബ്രഹാം അധികാരത്തിൽ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി. അബ്രഹാം അധികാരത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാർ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. അബ്രഹാം അധികാരത്തെ എഴുന്നേൽക്കും, ഇസഹാക്കും അധികാരത്തെ എഴുന്നേൽക്കും. ഇന്നത്തെ ഇത്താക്കന്മാരുടെ കാര്യം എടുത്തു നോക്കി, 12 മണിയായാലും വിളിച്ചില്ലെങ്കിൽ ഇതെങ്ങനെ വന്നു മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വെളുപ്പിൽ എഴുന്നേൽക്കാത്തത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് പറയാം. പിണങ്ങരുതല്ലോ, പ്രത്യേകിച്ച് അമ്മമാര് പിണങ്ങരുത്. സ്തോത്രം. ഏതൊരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിച്ചാലും അതിന്റെ ഉള്ളിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? പക്ഷിഗണങ്ങൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനുഷ്യനും ഉണരത്തക്കവണ്ണം ഒരു ക്ലോക്ക്. അതിരാവിലെ മനുഷ്യൻ ഉണരത്തക്കവണ്ണം ഒരു ക്ലോക്ക് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് ജനിച്ചതായാലും, ഉച്ചയ്ക്ക് ജനിച്ചതായാലും, വൈകുന്നേരം ജനിച്ചതായാലും, പാതിരാക്കി ജനിച്ചതായാലും, നട്ടുച്ചയ്ക്ക് ജനിച്ച കൊച്ചായാലും, പ്രസവിച്ച അമ്മമാർക്കറിയാം വെളുപ്പാങ്കാലത്ത് കൊച്ച് ഉണരും. അന്നേരമാണ് വാസ്തവത്തിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം. എന്നിട്ട് നല്ല പറഞ്ഞത് കേട്ടു, ഓ ഈ കൊച്ചു വെളുപ്പിനാൻ എഴുന്നേക്കും, ചെറുത്താ കൊച്ചു ജനിച്ചേക്കുന്നു. പക്ഷെ എന്തെങ്കിലറിയാമോ? ഇതിനെ തട്ടി കൊട്ടി തളരി
ഒത്തി പിടിച്ചു. 8 മണിക്ക് തവണ എഴുന്നേൽക്കുന്നവരെ രണ്ടാമത്തെ ഉറക്കം. നോർമലായിട്ട് കൊച്ച് വെളുപ്പിന് എണീക്കും. പക്ഷെ രണ്ടാമത്തെ ഷിഫ്റ്റിന് കയറിയാലോ 8 മണിക്കൂർ എഴുന്നേൽക്കത്തുള്ളൂ. വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ കിടന്നു നോക്കിയേ, എണീക്കാന് ഇവിടെ 10 മണിയാവണം. അങ്ങനെ ഈ കൊച്ചിനെ ചെറുപ്പം തൊട്ടേ 2 ഷിഫ്റ്റ് ഉറക്കി കൊച്ചിനെ 3 ഷിഫ്റ്റ് ഉറങ്ങിയാലും മര്യാദ. പിന്നെ വീട്ടുകാർക്ക് ബോധ്യം വരുന്ന എപ്പോഴാണെന്നറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ്. അന്ന് നിങ്ങളെ ഈ കള്ളക്കാളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്ന പോലെ ഉന്തി കൊടുക്കുന്ന പാസ്റ്റർമാരുടെ മുമ്പിൽ പാസ്റ്ററെ ഇവിടെ തലയിൽ കുലിക്കൊന്ന് പ്രാർത്ഥിച്ചെന്ന് പറയും. എന്തിനാ? പരീക്ഷ എടുക്കുന്നത് എന്ത് ചെയ്താലും ഉറക്കം. ഞാൻ ഗെറ്റൗട്ട് അടിക്കാറുണ്ടാണ്. കൊച്ചിനെ തമ്പുരാൻ മര്യാദ സൃഷ്ടിച്ചു, പക്ഷെ എന്ത് ചെയ്തു? നാശിപ്പിച്ചതാ. പരീക്ഷ എടുക്കുമ്പോഴല്ല സ്തോത്രം. പിന്നെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? എല്ലാവർക്കും അത് പ്രശ്നമുണ്ട്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കലായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, അത് 28 ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ 29ാം ദിവസം തൊട്ട് ഓട്ടോമാറ്റിക്കാണ്. അർത്ഥം, നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ അലാറം വെച്ച് കൃത്യം 4 മണിക്ക് എഴുന്നേൽപ്പിക്കുക. എത്ര ദിവസം? 1 മാസം എഴുന്നേൽപ്പിച്ചാൽ പിറ്റേ 1-ാം തീയതി പയ്യൻ തന്നെ എഴുന്നേൽക്കും. പക്ഷെ ഈ 1 മാസം ചിലപ്പോൾ വിളിച്ചാൽ എഴുന്നേൽക്കില്ല, എഴുന്നേൽക്കത്തില്ല, നല്ല ഇവിടുത്തെ വെള്ളം തലവിട്ട് വേണം, പിന്നെ 3 ദിവസത്തേക്ക് ഓർമ്മത്തില്ല. എങ്ങനെയായാലും വേണ്ടിയല്ല ഒരു 28 ദിവസം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുള്ളും മറക്കാരി തന്നെ മുളയ്ക്കും. നല്ല ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. കൃത്യസമയത്ത് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന ഒരാളെ ഒരാഴ്ച 5 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ മതി, 5 മണിക്ക് കിടന്നാൽ മതി. പിന്നെ പറയുന്നത് നല്ല ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, നർച്ചർ ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, അത് കൾച്ചർ ചെയ്യണം. അപ്പോ അബ്രഹാം അധികാലത്ത് എഴുന്നേൽക്കുന്നവനായിരുന്നു. മകനോ പുള്ളിക്കാലത്ത് എഴുന്നേൽക്കും. ഈ ഇവിടെ ഇരുന്ന അത്ര പ്രായമായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു തലമുറയോട് ചോദിച്ചാൽ വെളുപ്പിനെഴുന്നേൽക്കും. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, മണ്ണോടെ കത്തിച്ച് വെച്ച് പായെടുത്തിട്ട് ഡിസംബർ മാസമോ മഴക്കാലമോ വേനൽക്കാലമോ എന്നില്ല, വീട്ടിലെ മെയിൻ ലിവിംഗ് റൂമിൽ വന്നിരുന്ന് അതിരാവിലെ തിരുസന്നിധി അണയും സൗകര്യങ്ങളും എല്ലാം വർദ്ധിച്ചു. പക്ഷെ മനുഷ്യൻ ജീവിക്കാൻ മറന്നുപോയി. ഒരു ക്രമീകരണമില്ലാത്ത ജീവിതത്തിലേക്ക് പോയി. അതിന്റെ ദോഷഫലങ്ങൾ തലമുറകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ വരികയാണ്. ഇതിനേക്കാൾ വലുത് വരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവകൃപയിലേക്ക് അവൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കൂടെ മടങ്ങി വരണം. അപ്പോൾ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നിട്ട് വിറക് തിരിക്കൊണ്ട് പുറപ്പെട്ടു. 6-ാം വാക്യം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. ഇത് 22-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുണ്ടായിരുന്നു. രാജകുമാരനെ പോലെ ജീവിക്കേണ്ട അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക് 2 ബാല്യക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെ വഴിയിലിരുത്തിയിട്ട് അവൻ കഴുതപ്പുറത്ത് ചുമലെടുത്ത് എങ്ങോട്ട് വെച്ചു? ഇന്നത്തെ ഇസ്ഹാക്കിന്റെ ചുമലിലോട്ട് വെച്ചാൽ ചുമക്കോ? എന്തിന്? വേറൊന്നും വേണ്ടല്ലോ. വേദപുസ്തകം, അപ്പന്റെ വേദപുസ്തകം, അമ്മയുടെ വേദപുസ്തകം, ചേച്ചിയുടെ വേദപുസ്തകം എല്ലാം കൂടെ ഇസ്രായേലിലേക്ക് കൊടുത്തു. മോനെ ഇത് കാറിലോട്ട് വച്ചേന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു? അവനവന്റെ പുസ്തകം വച്ചാൽ അറിയട്ടെ. എന്നെ കൊണ്ട് ചോദിക്കാൻ പറ്റുന്നത് ഒരു വേദപുസ്തകം പോലും ചുമത്തില്ല. പക്ഷേ ഒരു 12, 13, 14 വയസ്സിലാണ് ഞാൻ ഒരിക്കല് ഈ നമ്മുടെ നാട്ടിൽ ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന ഒരാളോട് ചോദിച്ചു, ഒരു ഡെഡ് ബോഡി ദഹിക്കാൻ, പൂർണ്ണമായിട്ട് ദഹിക്കാൻ എന്തോരം മരം വേണം, വിറവ് വേണം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ആളുടെ വെയിറ്റിന്റെ 1.5 ഇരട്ടി 50 കിലോ ഉള്ള ഒരാൾക്ക് 75 കിലോ വിറവ് വേണമെന്ന്. അത് ഞാൻ മനസ്സിലാക്കിയത് ഇസ്ഹാക്കിന്റെ ചുമലിലോട്ട് എടുത്ത് വെച്ച് വിറക് എന്തോരം കാണും? അവന്റെ തൂക്കത്തിന്റെ 1.5 ഇരട്ടിയിൽ കാണും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മോരിയ മലയുടെ മുകളിലേക്ക്.
ഇത് തോളോട്ട് എടുത്തു വെച്ച് പുഷ്പം പോലെ വയ്യ പോയി. എന്ത് മനസ്സിലായി? കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്താൽ മാത്രം പോരാ, കോളേജിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവരെ പണിയെടുത്ത് പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ ഞാൻ ആവശ്യമില്ല, ഇവിടെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏറ്റവും പ്രശ്നം എന്നറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കല്യാണം നടത്തുന്ന ഈ ഒരു പാസ്റ്റർ പറയുന്ന കേട്ടു ചെറുക്കനോട്, മോനെ കാപ്പി വെക്കാൻ, ഉണ്ടാകാനും കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ എല്ലാം നടത്തി കുടിക്കാൻ പഠിച്ചോടെ ഞാൻ ചെറിയ ദേശത്ത് ഇതൊന്നും ആരും ഉണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞു. ഒരു കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്കും, ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ പെങ്കൊച്ചിനെ കുറിച്ച് പറയുക. പെങ്കൊച്ചിനെ പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിക്കുമ്പോൾ പെങ്കൊച്ചിനെ കഞ്ഞി വെക്കാൻ അറിയാമോ കറി വെക്കാൻ അറിയാമോ ചോദിച്ചു. ഞാൻ കേട്ടിട്ട് പപ്പടം കുടിക്കുന്ന പറയുന്നത്. പപ്പടം കരിഞ്ഞു പോകാതെ ചുടണമെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല, തീക്കാനില്ല. കറക്റ്റ് ചുട്ടെടുത്താൽ പെണ്ണിനെ എന്നാലും പെണ്ണെ കിടത്തോളൂ, അമ്മായിമ്മ എന്നാലും ഇങ്ങനെ മുണ്ടെടുത്തോളൂ. കല്യാണം ആലോചിച്ച് മോക്ക് കൊല്ലാൻ വയ്ക്കാൻ അറിയാമോ? അവർക്ക് മുട്ട വിടുന്ന വലിയ ഇതുപോലെ പറയാം, മുട്ട വിടുന്നതിന് അറിയാമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവങ്ങള് ചില എന്താ തമാശ, ഞാൻ പാസ്റ്ററായിട്ട് പറയാ, ചില വീട്ടിലെ ചായ കുടിക്കുക കഷായമാണോ ഇതിനേക്കാൾ പെട്ടെന്ന് പോയി 2 മണിക്കൂർ അടുക്കള കിടന്ന് പാത്രം തട്ടി മറിച്ചിട്ട് സ്പൂണിട്ട് ഇളക്കി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ സങ്കടം. ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് വീട്ടിലെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. പെൺകുഞ്ഞുങ്ങളെ അമ്മമാരും ആൺകുട്ടികളെ അപ്പന്മാരും അഭ്യസിപ്പിക്കണം. അല്ലെങ്കിൽ വെറും മണ്ണുണ്ടാക്കുക, അല്ലെങ്കിൽ പിണ്ണാക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയോജനം ഇതുങ്ങളെ കൊണ്ട്. അപ്പോ വിറക് ചുമന്നു സ്തോത്രം. പക്ഷെ പലർക്കും എന്താ പറയുക, ഞാൻ ഒരു വീട്ടിൽ ചെന്ന്, ഞാൻ നാട്ടില വീട്ടിൽ ചെന്നപ്പോ ആകെ ഇച്ചിരി സ്ഥലം, ഈ പായിട്ടുള്ള നേരമുള്ളൂ, അത്രയും സ്ഥലം വിറ്റുള്ളൂ. ഇന്നത്തെ ലക്ഷ്യം തന്നെ എന്റെ അനിയന് ഒരു വീട് മേടിക്കാനായിട്ട് ഒരുപാട് നടന്നു. വീട് ഒരു അനിയന്റെ ഭാര്യയ്ക്ക് ഒരു വീട് പിടിക്കാൻ അവസാനം ഒരു വീട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതന്നെ ഇഷ്ടപ്പെടാൻ കാര്യം അതിന് വിറ്റടിക്കല്ലോ, വിറ്റടിക്കണ്ട. അപ്പൊ ആകപ്പാട് ഈ പായിടുന്ന വിറ്റയുള്ളൂ. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് 2 കുതിരയ്ക്കുള്ള പുല്ലുണ്ട്, അതായത് 2 പശുവിനുള്ള പുല്ലുണ്ട്. ഞാൻ ആ വീട്ടുകാര്യത്തിൽ ചോദിച്ചു, അമ്മച്ചി കൊച്ചമ്മേ എന്തൊരു പുല്ല, അതേപോലെ ഇവിടെ ഇപ്പൊ പുല്ല് പറിക്കാൻ വല്ല ആളെ കിട്ടുമോ? ഞാൻ ചോദിച്ചു, ഇവിടെ മോനില്ലേ? അയ്യോ, പുല്ല് പറിച്ച പിള്ളക്ക് പനി വരും, പുല്ല് പറിച്ച പിള്ളക്ക് പനി വരുന്നു. ദൈവങ്ങളെ ഹല്ലേലൂയ. അബ്രഹാം തന്റെ പൈതലിനെ വളർത്തിയത് 75 കിലോ വിറകെടുത്തിട്ട് ചുവലിൽ വെച്ചിട്ട് കൂളായിട്ട് നടന്നു. പ്രൈസ് ഗോഡ്. ഇനി 6 വാക്യങ്ങളോ അത് മുഴുവൻ വായിച്ച്. തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ ഒരേ സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. അപ്പൻ അധിപത്തി, അമ്മയ്ക്ക് അതിനേക്കാൾ ഭക്തി, പിള്ളേർക്ക് അഭക്തി അല്ല, ഒരേ സ്റ്റാൻഡേർഡ്. ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരേ സ്റ്റാൻഡേർഡ്. അതിന്റെ ഗുണം എന്നറിയാമോ? ദൈവ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ാം വാക്യം അല്ല 7-ാം വാക്യം. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താവുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ആര് ചോദിച്ചു? മകൻ അപ്പനോട് ചോദിക്കാൻ, തീയും വിറകുമുണ്ട്, അപ്പ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ? ദൈവങ്ങളെ, ഒരു ആരാധനാക്രമം എന്താണെന്ന്, അതെങ്ങനെയാകണമെന്ന്, എന്തതിന് വേണം, എന്തുണ്ടായിരിക്കണം ആർക്കറിയാമായിരുന്നു? ഇസ്ഹാക്കിനറിയാമായിരുന്നു. പ്രൈസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രാർത്ഥനയാണ്, ഇത് ആരാധനയാണ്, ഇവിടെ എന്തൊക്കെ വേണം, എങ്ങനെ നമ്മൾ പെരുമാറണം, എങ്ങനെ നമ്മൾ ദൈവത്തെ സേവിക്കണം, എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ഇസ്ഹാക്കിന് ബോധ്യമുണ്ടായിരുന്നു. ദൈവ സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഗുണമെന്നറിയാമോ? ദൈവ സ്തോത്രം. 9-ാം വാക്യം. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ ആര് കിടത്തി? അപ്പൻ. അപ്പൻ എത്ര വയസ്സുണ്ട്? ഏറ്റവും കുറഞ്ഞത് ഒരു 115 വയസ്സ്. ഇസ്ഹാക്കിന് എത്രയുണ്ട്? 10-15 വയസ്സ്. നടക്കുമോ? ഇന്നത്തെ വല്ല ഇസ്ഹാക്കിനെയുമാണ് ഇതുപോലെ മോരിയാമലയിൽ
കൊണ്ടുപോയിരുന്നെങ്കിൽ വായിച്ചു നോക്കി പ്രൈസ് 13-ാം വാക്യം അല്ല 12-ാം വാക്യം അല്ല 11-ാം വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്. ഇന്നത്തെ വല്ല ഇസഹാക്കിനാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നത്. ഇനി ഈ വാക്യം എങ്ങനെ എഴുതുന്നതാമോ? ഇസഹാക്കെ ഇസഹാക്കെ അപ്പന്റെ മേൽ അപ്പനെ കെട്ടിക്കിടത്തി തിരിച്ചു വന്നേ. ഇനി ഇച്ചിരി കൂടെ ഗുണം പിടിച്ചതാണെങ്കിൽ ഈ 15 വയസ്സുകാരനെ ഈ 110 വയസ്സുള്ള 115 വയസ്സുകാരനെ കെട്ടാൻ പറ്റും? പറ്റത്തില്ല. കാരണം എന്താ പറയാ, PT ഉഷയേക്കാൾ വേഗത്തില് ഓടി എവിടെ വരും? വീട്ടിൽ. അമ്മയെ ഞാൻ വഴിപിച്ച് ചോദിച്ചത് ആടെ തീർന്നു, ഒറ്റ അക്ഷരം പറഞ്ഞില്ല. അമ്മേനാ അറിയാമോ? എടാ നിനക്ക് 15 വർഷമായുള്ള അപ്പനെ ഞാൻ ദിവ്യാനം കഴിഞ്ഞ എത്ര വർഷമാണ് നയിക്കുന്നത് അറിയാമോ? ദൈവങ്ങളെ ദൈവത്തെ സ്തോത്രം. ദൈവികമായ വിഷയങ്ങളിൽ താഴ്ത്തി കൊടുക്കുന്ന വിവരമുള്ള ഇസഹാക്ക് അടുത്ത 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12, 13, 14 ഇസ്രായേൽ ദേശത്തെ വിതച്ചു. ആ നാട്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവർ വർദ്ധിച്ചു കൊടുത്ത് മഹാധനവാനായി തീർന്നു. അവർ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരുണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവരോട് അസൂയ തോന്നി. നോക്കി, ദൈവകൃപയിൽ വളർന്ന ഇസഹാക്ക് ഗെരാർ ദേശത്ത് വിതച്ചു. എല്ലാവരുടെയും വിള നശിച്ചു പോയപ്പോൾ ഇസഹാക്കിന് 100 മേനി വിളവ് കിട്ടി. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവന് വളരെ ആട്ടിൻകൂട്ടങ്ങളും ദാസിദാസന്മാരും ഉണ്ടായി. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഞാൻ ചോദിക്കട്ടെ, എന്റെ നിങ്ങളെ മക്കളെ കണ്ടിട്ട് നാട്ടുകാർക്ക് അസൂയ തോന്നണ്ടേ? അതുപോലെ അവർ അനുഗ്രഹിക്കപ്പെടാനുള്ളവരല്ലേ? അതുപോലെ അവർ ഉയരാനുള്ളവരല്ലേ? അവർ തൊടുതളത്തെല്ലാം വർധനമുണ്ടാകണ്ടേ? അവരെന്ത് ചെയ്യണം? അവരുടെ മേൽ ശാപം വരരുത്. അവരനുഗ്രഹിക്കപ്പെട്ടവരാകണം. അവരനുഗ്രഹിക്കപ്പെട്ടവരാകണമെങ്കിൽ ദൈവികമായ ഭയവും ദൈവികമായ കാഴ്ചപ്പാടും we have to impart in their life during their childhood. ബാലൻ നടക്കണമെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറത്തില്ല. കണ്ണുകളടയ്ക്കാം, തലവ ഉണക്കാം. രാത്രി ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ തുടക്കത്തെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇസഹാക്ക് ദേശത്ത് വിതച്ചു, 100 മേനി വിളവ് കിട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വർദ്ധിക്കുവാൻ, മഹാസമ്പന്നനായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വളരെ ദാസിമാരും ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും ഉണ്ടായി. അവരെ കണ്ട അസൂയ തോന്നത്തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദൈവമക്കളെ, അതിന് ദൈവം അവർക്ക് കൊടുത്തിരുന്ന പദവി നമ്മുടെ കുഞ്ഞുങ്ങളായി ജനിപ്പാൻ, രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങളായി ജനിപ്പാൻ ഒരു തലമുറയ്ക്ക് ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ അത് അവർക്ക് ശാപമായി മാറരുത്, അവർക്ക് അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആവോളം ഞാൻ പരിശ്രമിക്കുമെന്ന് ചിന്തിക്കുന്നവര് ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്റെ മകന്റെ ശബ്ദലോകത്തിന് വിടുതൽ കിട്ടുവാൻ, തീരും വെള്ളത്തിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുന്നവനെ സഹായിക്കുവാൻ യേശുവിന്റെ മുമ്പിൽ, പുരുഷാരത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ പിതാവിനെ പോലെ ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ മനസ്സോടെ കരമുയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ്. തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. അവരെ വളർത്തേണ്ടതുപോലെ വളർത്തിയെടുത്ത് ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കുവാൻ അവരെ ഡിസിപ്ലിൻ ഉള്ളവരായി, അനുസരണമുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി അവരെ വളർത്തിയെടുക്കുവാൻ ദൈവമേ എന്നെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ പരാജയപ്പെടാനിടയാകരുത്. കുടുംബജീവിതത്തിൽ പരാജയപ്പെടാനിടയാകരുത്. ഒടുവിൽ അവൻ തലയ്ക്ക് കൈവയ്ക്കത്തക്കവണ്ണം, നെഞ്ചത്തടിക്കത്തക്കവണ്ണം തലമുറകളുടെ തകർച്ച കാണാനിടയാകരുത്. നിന്റെ കുഞ്ഞ് നാട്ടിൽ നശിക്കുന്നത് കാണാനിടയാകരുത്. അവരുടെ വിവാഹ ജീവിതം തകരുന്നത് കാണാനിടയാകരുത്. അവരുടെ കുടുംബജീവിതം തകരുന്നത് കാണാനിടയാകരുത്. വിദ്യാഭ്യാസം തകരുന്നത് കാണാനിടയാകരുത്. അവരുടെ ജോലികൾ തകരുന്നത് കാണാനിടയാകരുത്. അവൻ അവരനുഗ്രഹിക്കപ്പെട്ടത് കണ്ട് സന്തോഷത്തോടെ, അവർ ദൈവകൃപ പ്രാപിച്ചത് കണ്ട് അവൻ സമാധാനത്തോടെ
ഈ ലോകത്തിൽ ജീവിക്കുവാൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറ വരെ കണ്ട് ഇയ്യോബിനെ പോലെ കാലത്തിന്റെ സംഭവമയിൽ കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ ഈ ലോകത്ത് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ കർത്താവേ എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് കരങ്ങൾ എഴുതിയിരിക്കുന്നവർക്ക് ദൈവം യേശുനാഥൻ ജയമേടും